ഓക്കെ, അപ്പൊ നമ്മൾ ആം ട്രീറ്റീസ് ആണ്, ആം കൺട്രോൾ ട്രീറ്റീസ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഒരു ആം റേസ് തന്നെ ലോകം നടക്കുകയാണല്ലേ. അതായത് ഈ പറയുന്ന വെസ്റ്റേൺ അലൈഡ് രാജ്യങ്ങൾ ഈ പറയുന്ന രീതിയിൽ ആംസ്, US ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ആംസ് ഉദ്ദേശിക്കുന്നത് ന്യൂക്ലിയർ വെപ്പൺസ് ആയിക്കോട്ടെ, കെമിക്കൽ വെപ്പൺസ് ആയിക്കോട്ടെ, ബയോളജിക്കൽ വെപ്പൺസ് ആയിക്കോട്ടെ, വെപ്പൺ എക്സ്പെരിമെന്റ്സ് ആയിക്കോട്ടെ, പുതിയ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നതായിക്കോട്ടെ, അങ്ങനെ ഒരു വലിയ റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കും ഈ പറയുന്ന US ലെഡ് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും തമ്മിൽ ഒരു വലിയ ആംസ് റേസ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്ന പിന്നീട് തുടർന്ന് പോയ കുറെ ആം ട്രീറ്റീസ് ഉണ്ട്. അതായത് ഈ ഇങ്ങനെ സൗണ്ട് കുറവായിരുന്നു, കുറച്ചുകൂടെ സൗണ്ട് കൂട്ടാമോ? ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഇപ്പൊ സൗണ്ട് ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ ആണോ? ശരിയാ, ഇപ്പൊ സൗണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് ഹോൾഡ് ചെയ്യണം. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? സൗണ്ട് സൗണ്ട് കുറവാണെങ്കിൽ കുറവാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. 1 hour നമ്മൾ ക്ലാസ് എടുക്കണ്ടേ? കുറച്ചുകൂടെ കൂട്ടണോ? കുറച്ചുകൂടെ ഓക്കെ താങ്ക് യു. അപ്പൊ നമ്മൾ ആം കൺട്രോൾ ട്രീറ്റീസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാം ലോകമായതിനു ശേഷം, അതിനുശേഷം ഈ പറയുന്ന USSR ശിഥിലീകരണത്തിന് ശേഷം ഉണ്ടായ ആം കൺട്രോൾ ട്രീറ്റീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇതിന്റെ ക്രോണോളജി പഠിച്ചു വെക്കുക എന്നതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും ക്രോണോളജി പഠിച്ചു വെക്കുക. അതേ കണക്ക് തന്നെ ആര് സൈൻ ചെയ്തു, ഇപ്പം സ്റ്റാർട്ട് ആരൊക്കെ തമ്മിലാണ് സൈൻ ചെയ്തത്, അല്ലെങ്കിൽ സോർട്ട് ഈ പറയുന്ന അഗ്രിമെന്റ്സ് ഒക്കെ ആരൊക്കെ തമ്മിലാണ്, അന്ന് USSR നേതാവാരാണ്, US നേതാവാരാണ്, അതും കൂടെ നോക്കി വെക്കുക. അത് നിങ്ങൾ തന്നെ നോക്കി വെക്കുക. ഓക്കെ, 1959 അന്റാർട്ടിക് ട്രീറ്റി വരുന്നു, പ്രൊഹിബിറ്റ്സ് വെപ്പൺ ടെസ്റ്റിംഗ് ആൻഡ് ഡിപ്ലോയ്മെന്റ് ഇൻ അന്റാർട്ടിക്ക. ഓക്കെ, ഇത് അതായത് ലോകത്തിലെ നമ്മൾ ഞാൻ ഇന്നലെ വാക്ക് പറയാൻ പറഞ്ഞു, ഗ്ലോബൽ കോമൺസ്. ഓക്കെ, ഗ്ലോബൽ കോമൺസ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് വരും. ഓക്കെ, ഗ്ലോബൽ കോമൺസ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഓക്കെ, ഗ്ലോബൽ കോമൺസ് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. അതായത് ഈ അന്റാർട്ടിക്കയും ഈ പറയുന്ന ഔട്ടർ സ്പേസ് എന്ന് എന്താണ്, ഈ അന്റാർട്ടിക്ക ഔട്ടർ സ്പേസ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ആരുടെയും ജൂറിസ്ഡിക്ഷന്റെ അണ്ടർ വരുന്ന ഒരു സംഭവമല്ല. ഓക്കെ, ആരുടെയും ജൂറിസ്ഡിക്ഷൻ അണ്ടർ വരുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ ആർക്കും അവിടെ ഒരു അതോറിറ്റി ഏറ്റെടുക്കാൻ കഴിയില്ല. അപ്പൊ ഈ അന്റാർട്ടിക്ക എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു തരത്തിലുള്ള വെപ്പൺ എക്സ്പെരിമെന്റോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഈ പീസ്ഫുൾ പർപ്പസിനല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഡീപ് സീ, അന്റാർട്ടിക്ക, ഔട്ടർ സ്പേസ്, പിന്നെ അറ്റ്മോസ്ഫിയർ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തൂടാ, ഇത് എല്ലാവർക്കും സ്വന്തമാണ്. ഓക്കെ, അല്ലാതെ ആർക്കും ഇതിന്റെ പേരിൽ പ്രത്യേക ജൂറിസ്ഡിക്ഷൻ എടുക്കാൻ പാടില്ല സ്ഥലങ്ങൾ. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഒന്നാണ് അന്റാർട്ടിക്കയിൽ ഈ പറയുന്ന രീതിയിൽ വെപ്പൺ ടെസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ട്രീറ്റി വരുന്നു, മൾട്ടിലാറ്ററൽ ട്രീറ്റി വരുന്നു. അടുത്താണ് PTBT, പാർഷ്യൽ ടെസ്റ്റ് ബാൻ ട്രീറ്റി 1963 വരുന്നു. ബാൻസ് അറ്റ്മോസ്ഫിയറിക്, അണ്ടർ വാട്ടർ ആൻഡ് ഔട്ടർ സ്പേസ് ന്യൂക്ലിയർ ടെസ്റ്റ്. ഓക്കെ, മൾട്ടിലാറ്ററൽ ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലോബൽ കോമൺസിന്റെ ഭാഗമായിട്ട് വന്ന ട്രീറ്റി ആണ് ഇതൊക്കെ. ഓക്കെ, ഗ്ലോബൽ കോമൺസിന്റെ ഭാഗമായിട്ട് വന്ന ട്രീറ്റീസ് ആണ് ഇതൊക്കെ. അങ്ങനെ ഈ പറയുന്ന രീതിയിൽ ഔട്ടർ സ്പേസിലും അണ്ടർ വാട്ടറിലും അറ്റ്മോസ്ഫിയറിലും ഒന്ന് ഈ ടെസ്റ്റ് ചെയ്യരുത്, വെപ്പൺസ് ടെസ്റ്റ് നടത്താൻ പാടില്ല. അത് കാരണം അതൊക്കെ പീസ്ഫുൾ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെന്ന് ഒരു സംഭവം വരികയാണ്. ഓക്കെ, അടുത്താണ് 1967 ഔട്ടർ സ്പേസ് ട്രീറ്റി, ബാൻസ് ഡിപ്ലോയ്മെന്റ് ന്യൂക്ലിയർ വെപ്പൺസ് ഇൻ സ്പേസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, അതായത് ന്യൂക്ലിയർ വെപ്പൺസ് മാത്രമല്ല, ICBM ആയിക്കോട്ടെ, ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽസ് ആയിക്കോട്ടെ, ഇതൊന്നും ഔട്ടർ സ്പേസിലേക്ക് ഡിപ്ലോയ് ചെയ്യരുത് എന്നും പറഞ്ഞു വന്ന ട്രീറ്റിയാണ് 1967 ഔട്ടർ സ്പേസ് ട്രീറ്റി എന്ന് പറയുന്നത്. അടുത്താണ് 1968 ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി, നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. NPT, prohibits the accusation of nuclear weapons by non-nuclear states. അതായത് 1967 ശേഷം, ഓക്കെ, ഇത് വരുന്ന 1968 അപ്പൊ 1967 ശേഷം ആരും ഈ പറയുന്ന രീതിയിൽ ന്യൂക്ലിയർ സ്റ്റേറ്റ് ആവരുത്, ഓക്കെ, എന്നൊരു ആവശ്യത്തിൽ വന്ന, അതായത് 1967 മുന്നേ 5 രാജ്യങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ ന്യൂക്ലിയർ സ്റ്റേറ്റ് ആയിട്ടുള്ളത്, ന്യൂക്ലിയർ ആർംഡ് സ്റ്റേറ്റ് ആയിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം ഇനി ആരും ചെയ്യരുത് എന്നും പറഞ്ഞ് വന്ന അത് ഈ പറയുന്ന ലോകത്ത് തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് പറഞ്ഞ ലോകത്ത് തന്നെ ഒരു സെക്യൂരിറ്റി ത്രെറ്റ് ആണ്, അല്ലെ, ലോകത്തെ സെക്യൂരിറ്റി ത്രെറ്റ് ആണ്. കാരണം അത്രയും ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്നത്. അപ്പം
അപ്പം ഇനി ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റ് ആവാൻ ആരും മുതിരരുത് എന്ന് പറയുന്ന ഒരു ട്രീറ്റിയാണ് NPT എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് കമ്മിറ്റ്സ് 5 റെക്കഗ്നൈസ് ന്യൂക്ലിയർ പവേഴ്സ് ടു ദ റിഡക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് ദ വെപ്പൺസ് ഓവർ ടൈം മൾട്ടിലാറ്ററൽ. അപ്പം ഇതിന്റെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നുണ്ട്, അതായത് ഇപ്പോൾ നിലവിൽ ഈ 1967 കാര്യം കേട്ടോ പറയുന്നത്, നിലവിൽ ന്യൂക്ലിയർ വെപ്പൺസ് ആയിട്ടിരിക്കുന്ന 5 രാജ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് 5 രാജ്യങ്ങൾ? USA, USSR, UK, ഫ്രാൻസ്, ചൈന. ഓക്കെ, 1967 മുന്നേ ഈ പറയുന്ന ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ്സ് ആയ 5 രാജ്യങ്ങളാണ്. അപ്പൊ ഈ 5 രാജ്യങ്ങൾക്ക് എന്താവാം, ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസ് കൈകാര്യം ചെയ്യാം. പക്ഷെ അവരെന്ത് ചെയ്യണം? കാലക്രമേണ ഇത് കുറച്ച് കൊണ്ടുവന്ന് ഈ വെപ്പൺസ് എന്ത് ചെയ്യണം? വെപ്പൺസ് റിമൂവ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വന്ന് ചേരണം എന്നാണ് NPT പറയുന്നത്. പക്ഷെ നമുക്കറിയാം അങ്ങനെ ഒന്നും നടന്നില്ല ലോകത്ത്. വീണ്ടും ന്യൂക്ലിയർ ആംസ് ട്രീസ് നടക്കുകയായിരുന്നു. ഈ NPT സൈൻ ചെയ്യാതെ പല ഇന്ത്യ ഉൾപ്പെടെ പാകിസ്ഥാൻ ഉൾപ്പെടെ പല രാജ്യങ്ങളും എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയർ പവേർഡ് സ്റ്റേറ്റ്സ് ആയിട്ട് വരികയാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ്. അടുത്താണ് സ്ട്രാറ്റജിക് ആം ലിമിറ്റേഷൻ ട്രീറ്റി. ഓക്കെ, SALT I എന്ന് പറയുന്നത്. SALT Iന്റെ കാര്യം നമ്മൾ പറഞ്ഞത് USSR തമ്മിലാണ് സൈൻ ചെയ്തത് 1972 ICBM, ഓക്കെ, ഇന്ത്യ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ്, ഓക്കെ, അത് ഫ്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്നതിൽ പിന്മാറണം എന്ന രീതിയിൽ വന്നൊരു SALT I എന്ന് പറയുന്ന ഒരു ട്രീറ്റിയാണിത്. അപ്പൊ ഇന്നലെ നമ്മൾ ഇതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, പിന്നെ 1972 ആന്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റി ABM ട്രീറ്റി വരികയാണ് 1972. ലിസ്റ്റ് നമ്പർ ഓഫ് ആന്റി ബാലിസ്റ്റിക് USSR തമ്മിൽ. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് പഠിച്ചു വെക്കണം. ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടില്ലാത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം അതാണ്. ഈ ട്രീറ്റികൾ സൈൻ ചെയ്ത നേതാക്കന്മാർ ആരൊക്കെയാണ്? ഓക്കെ, ഇപ്പം റീഗനും ഗോർബച്ചേവും ആവാം. ഓക്കെ, റീഗനും ഗോർബച്ചേവും ആവാം, ക്രൂഷേവും വിൽസണും ആവാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓക്കെ, മറക്കരുത്, നോക്കി വെക്കുക. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾ ഒന്ന് ഈ ട്രീറ്റി ABM സൈൻ ചെയ്ത് ആരൊക്കെ തമ്മിലാണ്? US-ന്റെ ആരും USSR-ന്റെ ആരും തമ്മിലായിരുന്നു. അടുത്താണ് 1987 ഇന്റർമീഡിയറ്റ് ന്യൂക്ലിയർ ഫോഴ്സ് INF ട്രീറ്റി വരുന്നു. എലിമിനേറ്റ്സ് ഓൾ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ വെപ്പൺസ് ഇൻ യൂറോപ്പ്. USA-യും USSR-ഉം ആണ് അത് സൈൻ ചെയ്യുന്നത്. ഓക്കെ, INF-ന്റെ കാര്യം പറഞ്ഞു. അതായത് ഈ ഇന്ത്യക്ക് അഗ്നി 5 പോലുള്ള പോലെ ഇന്ത്യ കോണ്ടിനെന്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ന്യൂക്ലിയർ വാർഹെഡ്സും ഉണ്ട്. പക്ഷെ അതേ കണക്ക് തന്നെ ഇന്റർമീഡിയറ്റ് റേഞ്ച് വരുന്ന, അതായത് ഒരു മിഡിൽ റേഞ്ചിൽ വരുന്ന, ആ റേഞ്ചിലേക്ക് മാത്രം പ്രയോഗിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട്. അപ്പം അതിനെ എലിമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വന്നൊരു ഒരു ട്രീറ്റിയാണ് 1987 ഇന്ത്യ ന്യൂക്ലിയർ ഫോഴ്സ് ട്രീറ്റി എന്ന് പറയുന്നത്. അടുത്താണ് 1991 സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി 1 അല്ലെങ്കിൽ START I എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ SALT I നോക്കി, ഇനി START I ആണ്. ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ വാർഹെഡ്സ് ആൻഡ് ഡെലിവറി സിസ്റ്റം. ഓക്കെ, START I പറയുന്നത് ഡെലിവറി സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഡ്രോണുകൾ, അതേ കണക്ക് തന്നെ ബാക്കിയുള്ള ഈ ന്യൂക്ലിയർ വാർഹെഡ്സ് ഈ ട്രാൻസ്ഫർ ചെയ്യാൻ വെപ്പണൈസ് ചെയ്യിക്കുന്ന ഈ ബാലിസ്റ്റിക് മിസൈലുകൾ പോലെയുള്ള കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു വന്നൊരു കാര്യമാണ് 1991 സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി START I. ഓക്കെ, അടുത്താണ് 1993 സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി 2. further limits the number of nuclear warheads and eliminates certain categories of warheads. USA റഷ്യ തമ്മിൽ. ഓക്കെ, അതായത് ഈ ICBM പോലെയുള്ള വാർഹെഡ്സ് എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, അതേ കണക്ക് തന്നെ ന്യൂക്ലിയർ വാർഹെഡ്സ്, അതായത് ഓരോ രാജ്യങ്ങൾക്ക് ഈ ടൺ കണക്കിനൊക്കെയാണ് ന്യൂക്ലിയർ വാർഹെഡ്സിന്റെ കാര്യങ്ങൾ പറയുക. അപ്പൊ അത് കുറയ്ക്കുക എന്നൊക്കെ ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഒരുപാട് ട്രീറ്റി ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇൻ റിയാലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ വലിയ തോതിൽ റേസ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പല രാജ്യങ്ങളുടെയും ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇന്നും അത്ര വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ വളരെ രഹസ്യപൂർവ്വം പല രാജ്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ കയ്യിൽ എത്ര ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പം USA പറയാണ് ഞങ്ങളുടെ കയ്യിൽ ഇത്രയും വാർഹെഡ്സ് ആണുള്ളതെന്ന് പറഞ്ഞ് കണക്കുണ്ട്. ഓക്കെ, ഒരു കണക്കുണ്ട്. ഈ IAEA-ക്ക്, അതായത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി അസോസിയേഷൻ, ഒരു കണക്കുണ്ടാവും. സ്റ്റിൽ പല രാജ്യങ്ങളും വാദിക്കുന്ന അതല്ല കണക്ക്. അതിന്റെ എത്രയോ ഇരട്ടി ന്യൂക്ലിയർ വാർഹെഡ്സ് US-നുണ്ട്, അല്ലെങ്കിൽ റഷ്യക്ക് ഉണ്ട്, നോർത്ത് കൊറിയക്ക് ഉണ്ട് എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഈ ന്യൂക്ലിയർ പ്രോഗ്രാംസ് എന്നൊക്കെ പറയുന്നത് ഒരു രാജ്യത്തിന്റെ വളരെ വളരെ സീക്രട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് മാത്രം അവർ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, 1996 കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി CTBT വരികയാണ്. ബാൻസ് ദ ടെസ്റ്റിംഗ് ഓഫ് വെപ്പൺസ് ബട്ട് നോട്ട് റാറ്റിഫൈഡ് ബൈ ദ USA, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, നോർത്ത് കൊറിയ. ഓക്കെ, അതായത് വെപ്പൺ ടെസ്റ്റിംഗ്, അതായത് ഈ CTBT വരുന്നതും ഈ പറയുന്ന ഈ പെർട്ടിക്കുലർ വെപ്പൺസ്, ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് പോലുള്ള ചില പെർട്ടിക്കുലർ വെപ്പൺസിനെതിരെ വരുന്ന ഒരു ട്രീറ്റിയാണ് CTBT എന്ന് പറയുന്നത്. ഇത് US-ഉം ചൈനയും ഒക്കെ, ഇന്ത്യയും പാകിസ്ഥാനും ഒന്നും സൈൻ ചെയ്തിട്ടില്ല കേട്ടോ. USA-യും ചൈനയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ റാറ്റിഫൈ ചെയ്തിട്ടില്ല. അതായത് ഇവർ സൈൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്, ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, അടുത്താണ് സ്ട്രാറ്റജിക് ഓഫൻസീവ് റിഡക്ഷൻ ട്രീറ്റി ഓർ SALT ഓർ മോസ്കോ ട്രീറ്റി. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്.
നിങ്ങൾക്ക് സോർട്ടിനെ കുറിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2002 വരുന്നത്. ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് ഡിപ്ലോയിഡ് ന്യൂക്ലിയർ വാർഹെഡ്സ്. US-ഉം റഷ്യയും തമ്മിലാണ്. ഓക്കെ, നമ്പർ ഓഫ് ഡിപ്ലോയിഡ് വാർഹെഡ്സ് ഇത് 2002 നിങ്ങൾ മനസ്സിലാക്കുക. അന്ന് ആരാണ്? ഗോർബച്ചേവ് ഒന്നുമില്ല, USSR ഒന്നും ഇല്ലാത്ത കാലത്താണ് വരുന്നത്. അപ്പൊ ബോറിസ് യെൽസിൻ ആയിരുന്നു 2002 ഈ പറയുന്ന റഷ്യയുടെ തലവൻ എന്ന് പറയുന്നത്. ഓക്കെ, ബോറിസ് യെൽസിനാണ്. ബോറിസ് യെൽസിനും 2002, കാരണം 2002 ആരായിരിക്കും US-ന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്? 2002 ആരായിരിക്കും US-ന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്? ആരായിരിക്കും? 2001 ആരായിരിക്കും? 2001 എന്താണ് അവിടെ നടക്കുന്നത്? 2001 ലോകത്തെ തന്നെ മാറ്റിമറിച്ച വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടക്കുന്നത്. അപ്പൊ ആരാണ്? ബുഷാണ്. അപ്പൊ 2002 ബുഷ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ബുഷും ബോറിസ് യെൽസിനും തമ്മിൽ നടന്ന, ഓക്കെ നൈസ്, ബുഷ കറക്റ്റ് ആണ്, ബുഷാണ്. ഓക്കെ, ബോറിസ് യെൽസിനും ബുഷും തമ്മിൽ നടന്ന ഒരു ട്രീറ്റിയാണ് ഈ സ്ട്രാറ്റജിക് ആർംസ് റിഡക്ഷൻ ട്രീറ്റി ഓർ സോർട്ട് ഓർ മോസ്കോ ട്രീറ്റി എന്ന് പറയുന്നത്. ലിമിറ്റ്സ് ദ നമ്പർ ഓഫ് ഡിപ്ലോയിഡ് ന്യൂക്ലിയർ വാർഹെഡ്സ്. അതായത് ഇപ്പം ഡിപ്ലോയ് ചെയ്യപ്പെട്ടിരിക്കുന്ന വാർഹെഡ്സ്, അതായത് ഇപ്പം ഈ ന്യൂക്ലിയർ വാർഹെഡ്സിനെ എന്താണ് സബ്മറൈൻസിൽ ക്യാരി ചെയ്യാറുണ്ട്, അതേ കണക്ക് തന്നെ ഗ്രൗണ്ട് ലെവലിലും ക്യാരി ചെയ്യാറുണ്ട്. അപ്പം അത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന വാറൻസ് കുറയ്ക്കുക എന്നൊരു ഉദ്ദേശത്തോടെ വന്നെയാണ് ഈ പറയുന്ന സോർട്ട് അല്ലെങ്കിൽ മോസ്കോ ട്രീറ്റി എന്ന് അതിനെ പറയുന്നത്. അടുത്താണ് 2010 ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി വരുന്നുണ്ട്. അതിനെ പ്രേഗ് ട്രീറ്റി എന്ന് പറയുന്നുണ്ട്. ലിമിറ്റ്സ് ബോത്ത് സൈഡ് ന്യൂക്ലിയർ വാർഹെഡ്സ് ടു 550, 30% റിഡക്ഷൻ ഓൺ സോർട്ട് ആൻഡ് 74% റിഡക്ഷൻ ഓൺ സ്റ്റാർട്ട് 1, US റഷ്യ. ഓക്കെ, അതായത് ഏകദേശം സോർട്ടിൽ പറഞ്ഞിരുന്ന നമ്പറിനേക്കാളും ഏകദേശം 30% കൂടെ കുറയ്ക്കാം നമുക്ക് എന്ന രീതി വന്നൊരു ട്രീറ്റിയാണ് ന്യൂ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിനകത്ത് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഇതിന്റെ ക്രോണോളജിയാണ്. ഓക്കെ, സ്റ്റാർട്ട് 1ന്റെ വർഷം, സ്റ്റാർട്ട് 2, INF, ABM, ഇതിന്റെയൊക്കെ ക്രോണോളജി കറക്റ്റ് ആയിട്ട് പഠിക്കുക. അതേ കണക്ക് തന്നെ ഈ സ്റ്റാർട്ടും സോർട്ടും ഈ പറയുന്ന ന്യൂ സ്റ്റാർട്ടും ഒക്കെ സൈൻ ചെയ്യുമ്പോൾ US-ന്റെ പ്രസിഡന്റ് ആരാണ്, റഷ്യയുടെ പ്രസിഡന്റ് ആരാണ്, അല്ലെങ്കിൽ USSRന്റെ പ്രസിഡന്റ് ആരാണ്, ഇത് നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അടുത്താണ് കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ. അത് നമ്മൾ ഇന്നലെ നോക്കിയതാണ്. കെമിക്കൽ വെപ്പൺസിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതാണ്. CWC മൾട്ടിലാറ്ററൽ ട്രീറ്റി ദാറ്റ് ബാൻസ് കെമിക്കൽ വെപ്പൺസ് ആൻഡ് റിക്വയർ ദ ഡിസ്ട്രക്ഷൻ വിത്തിൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അപ്പൊ കെമിക്കൽ വെപ്പൺസ് കൺവെൻഷന്റെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. കെമിക്കൽ വെപ്പൺസും ബയോളജിക്കൽ വെപ്പൺസും ലോകത്തിന് ഒരു കോൺഫ്ലിക്ട് നടന്നാലും എവിടെയും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന UN-ന്റെ കോഡ് ഓഫ് കണ്ടക്ട്. അങ്ങനെ ഒരു രാജ്യം, ഓക്കെ, ഇപ്പൊ ഒരു രാജ്യം ഉപയോഗിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി എടുക്കാൻ UN അവകാശമുണ്ട്. ഓക്കെ, കെമിക്കൽ വെപ്പൺസോ ബയോളജിക്കൽ വെപ്പൺസോ. CWC negotiation started in 1980 in the UN Conference on Disarmament. The convention open signature for January 13, 1993 entered into force on April 29, 1997. അതായത് UN Conference on Disarmament എന്ന് പറഞ്ഞ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഈ UN Conference on Disarmament ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി ഒക്കെ വരുന്നത്. ഓക്കെ, CTBT ഒക്കെ വരുന്നത് ഇതിന്റെയൊക്കെ ഭാഗമായിട്ടൊക്കെയാണ്. അപ്പൊ CWC വരുന്നതും അതിന്റെ ഭാഗമായിട്ടാണ്. 1997 സൈൻ ചെയ്തെങ്കിലും 97 അത് ഫോഴ്സിലേക്ക് വരുന്നത്. CWC implemented by the Organization for the Prohibition of Chemical Weapons. അപ്പം OPCW എന്ന് പറയുന്ന, ഓക്കെ, OPCW എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻ ആണ്. CWC ഇംപ്ലിമെന്റ് ചെയ്തതും അത് മാത്രമല്ല, ലോകത്തിലെ ഏതെങ്കിലും രാജ്യങ്ങൾ ഈ പറയുന്ന രീതിയിൽ കെമിക്കൽ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, കെമിക്കൽ വെപ്പൺസ് എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ആരാണ്? OPCW ആണ്. പക്ഷെ നമ്മളൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം റീസെന്റ് നടക്കുന്ന വാറിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കെമിക്കൽ വെപ്പൺസ് യൂസ് ചെയ്യുന്നുണ്ട്. US അഫ്ഗാനിസ്ഥാനിൽ വ്യാപകമായിട്ട് കെമിക്കൽ വെപ്പൺസ് യൂസ് ചെയ്യുന്നതിന്റെ രേഖകളുണ്ട്, അല്ലെങ്കിൽ തെളിവുകളുണ്ട്. അതേ കണക്ക് തന്നെ ഇപ്പം നമ്മുടെ പാലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ ഇസ്രായേൽ കെമിക്കൽ വെപ്പൺസ് യൂസ് ചെയ്യുന്നതായിട്ട് അലിഗേഷൻസ് ഉണ്ട്. അപ്പൊ കെമിക്കൽ വെപ്പൺസ് ഈ പറയുന്ന വെസ്റ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റിനെ താങ്ങിക്കുന്ന രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ വെസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുത്ത ഈ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് കണ്ണടയ്ക്കും അല്ലെ. അപ്പോൾ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? ഹേഗിലാണ് വരുന്നത്. ഓക്കെ, ട്രീറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്താണ് NPT പഠിക്കാൻ പോവുകയാണ്. NPT, ട്രീറ്റി ഓൺ ദ നോൺ പ്രൊലിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. Prevent the spread of nuclear weapons and its technology. Foster peaceful uses of nuclear energy. Further the goal of nuclear disarmament. Okay. Not able to enter the class. ഈ മെസ്സേജ് അയച്ച ആള് ക്ലാസ്സിന് കയറാൻ പറ്റിയിട്ടുണ്ടോ? ഒരു സ്റ്റുഡന്റിന് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ,
അതായത് സ്പ്രെഡ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ആൻഡ് ടെക്നോളജി. അതായത് ന്യൂക്ലിയർ വെപ്പൺസ് ഒരു എങ്ങനെയാണ് മനുഷ്യകുലത്തെ ബാധിക്കുക എന്ന് പറയുന്നത് ഹിരോഷിമ നാഗസാക്കി ഇൻസിഡന്റിലൂടെ തന്നെ ലോകത്തിന് മനസ്സിലായതാണ്, അല്ലെങ്കിൽ അതിന്റെ തീവ്രത എന്താണെന്ന് ലോകത്തിന് മനസ്സിലായതാണ് അല്ലെ. അപ്പം ന്യൂക്ലിയർ വെപ്പൺസിന്റെ അപകടം മനസ്സിലായിട്ടാണ് ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസിനെതിരെ NPT ഒക്കെ സൈൻ ചെയ്ത് വരുന്നത്. പക്ഷെ NPT എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയൊരു വേർതിരിവുള്ള ഒരു 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 ഡോക്യുമെന്റ് ആണ് NPT എന്ന് പറയുന്നത്, ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയർ ഡിസാർമമെന്റ് ഒക്കെയാണ് അതിന്റെ ഗോൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മെമ്പർ സ്റ്റേറ്റ്സ് 191 വിത്ത് 5 ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ്, US, റഷ്യ, UK, ഫ്രാൻസ് ആൻഡ് ചൈന. അതായത് 191 ലോകത്തിലെ രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, NPT സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, NPT സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് അവർ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ഈ NPTയുടെ മെമ്പേഴ്സ് ആയ ആരൊക്കെ ഉണ്ട്, ന്യൂക്ലിയർ വെപ്പൺ രാജ്യങ്ങൾ US, റഷ്യ, UK, ഫ്രാൻസ്, ചൈന ഉണ്ട്. അതായത് ഈ 5 രാജ്യങ്ങളും 1967 മുന്നേ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡിസ്ക്രിമിനേറ്ററി പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ UNSC പഠിച്ച പോലെ, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു ഡിസ്ക്രിമിനേറ്ററി ആസ്പെക്ട് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് NPTയുടെ കാര്യം. അതായത് ഈ രാജ്യങ്ങൾക്ക് അപ്പൊ എന്തുണ്ടാവും, ലോകത്തിലെ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് മേലിൽ ആധിപത്യം ഉണ്ടാവും. ഇപ്പം ഇന്ത്യയോ പാകിസ്ഥാനോ ഈ പറയുന്ന ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ് അല്ലായിരുന്നെങ്കിൽ ചൈന നമ്മുടെ തലയിൽ കയറി നിരങ്ങിയനെ ഉള്ളത് പറയുകയാണെങ്കിൽ, നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ. കാരണം നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ചൈന ആയിക്കോട്ടെ പാകിസ്ഥാനും ആയിക്കോട്ടെ, നമ്മൾ എന്തുകൊണ്ടാണ് 1999 ശേഷം ഒരു ഫുൾ സ്കെയിൽ വാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിട്ടില്ല? ഓക്കെ, അല്ലെങ്കിൽ ഈ ഇന്ത്യയും ചൈനയും തമ്മിൽ 1962 ശേഷം പല രീതിയിൽ ഇപ്പൊ ഗൽവാന്റെ ക്ലാഷ് ഒക്കെ നടന്നിട്ടും ഒരു ഫുൾ സ്കെയിൽ വാർ നടന്നിട്ടില്ല. ചൈനയും അത് ഇന്ത്യയും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ. ഇപ്പൊ പുൽവാമ പോലെ ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ 1999 മുന്നേ ആയിരുന്നെങ്കിൽ അത് ഒരു പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഫോർത്ത് വാറിലേക്ക് വേണമെങ്കിൽ അത് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പോയില്ല? കാരണം രണ്ടും ഈ പറയുന്ന ന്യൂക്ലിയർ പവേഴ്സ് ആണ്. ഓക്കെ, ന്യൂക്ലിയർ പവേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന രാജ്യങ്ങൾ എന്ത് ചെയ്യാത്തത്, ഈ പറയുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാത്തത്. കാരണം ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയി അത് ന്യൂക്ലിയർ ഒരു വാറിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾക്ക് അവിടെ നഷ്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാര്യം ഡിസ്ക്രിമിനേറ്ററി ആണെന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നും ഇത് സൈൻ ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇന്ത്യ ഒന്നും ഇനി ഒരുപാട് സൈൻ ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശ് ഒക്കെ NPT സൈൻ ചെയ്ത ഒരു രാജ്യമാണ്. ഓക്കെ, ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ്. Those who manufactured and exploded a nuclear weapon or nuclear explosive device before 1st January 1967. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. അതായത് 1967 മുന്നേ ടെസ്റ്റ് ചെയ്ത് ന്യൂക്ലിയർ ആർം സ്റ്റേറ്റ് ആയ രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിൽ ന്യൂക്ലിയർ വെപ്പൺസ് സംഭരിക്കാം. പക്ഷെ അതിനകത്തൊരു പോയിന്റ് എന്ന് NPT പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇവര് പതുക്കെ എന്ത് ചെയ്ത് വരണം, ഇവരുടെ ന്യൂക്ലിയർ വാർ ഹെഡ്സ് കുറച്ച് ഇത് റിമൂവ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് അതിനാണ് ഈ സ്റ്റാർട്ടും ന്യൂ സ്റ്റാർട്ടും എന്ന് പറയുന്ന പല ട്രീറ്റികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവർ അവകാശപ്പെടുന്നത് ഈ രീതിയിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയർ വാർ ഹെഡ്സ് കുറയ്ക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ അലിഗേഷൻസ് ഉണ്ട്, അവിടെ വേറൊരു വലിയൊരു ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഒരു ശേഖരം വെച്ചിട്ടാണ് ഇവർ കുറയ്ക്കുന്നതിനുള്ള അവകാശങ്ങൾ വെക്കുന്നത്. വേറൊരു വാദവും ഉണ്ട്. ഓക്കെ, സിഗ്നിഫിക്കൻസ് ഓൺലി ബൈൻഡ് ട്രീറ്റ് ടു ദ ഗോൾ ഓഫ് ഡിസാർമമെന്റ് ബൈ ദ NWS. ഓക്കെ, NWS ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് ആണ് NWS എന്ന് പറയുന്നത്. അതായത് ഇതൊരു ബൈൻഡിങ് ട്രീറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ലീഗലൈസ് ചെയ്യുന്ന പോലത്തെ ഒരു ട്രീറ്റിയാണ്. അപ്പൊ ഡിസാർമമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ന്യൂക്ലിയർ വെപ്പൺ ഡിസാർമമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ലീഗലി ബൈൻഡിങ് ഒരു ട്രീറ്റി ആയിട്ടുള്ളത് ഈ NPT തന്നെയാണ്, അല്ലെങ്കിൽ NPT മാത്രമാണ്. ഇന്ത്യ ആൻഡ് NPT. ഇന്ത്യ along പാകിസ്ഥാൻ, ഇസ്രായേൽ, നോർത്ത് കൊറിയ, സൗത്ത് സുഡാൻ ഇസ് നോട്ട് എ മെമ്പർ. ദിവ്യ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണം. ഞാൻ ഓക്കെ, അപ്പം ഇന്ത്യയും പാകിസ്ഥാനും ഇസ്രയേലും നോർത്ത് കൊറിയയും സൗത്ത് സുഡാനും ഒന്നും എന്തല്ല ഈ NPT സൈൻ ചെയ്തിട്ടില്ല. കാരണം അവരത് അവകാശപ്പെടുന്നത് അത് വളരെ ഡിസ്ക്രിമിനേറ്ററി ആയ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ആണെന്നാണ് പറയുന്നത്. Opposite is a discriminative or disarmament policy. India's policy: no first use against NWS and no use against non-WS. അപ്പൊ ഇന്ത്യക്ക് എന്തുണ്ട്, ഒരു NFU എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട്. ഓക്കെ, ഇന്ത്യക്ക് നോ ഫസ്റ്റ് യൂസ് പോളിസി ഉണ്ട്. അതായത് ഈ പറയുന്ന ന്യൂക്ലിയർ വാർഹെഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഓക്കുപ്പൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സുമായിട്ട് ഇന്ത്യ ഒരു കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ
ഇന്ത്യ ആയിരിക്കില്ല ഒരിക്കലും അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നതാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് യൂസ് ഞങ്ങൾ നടത്തില്ല, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിന് മുകളിൽ ഇതുപോലെ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് നടത്തുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ തിരിച്ചൊരു ന്യൂക്ലിയർ അറ്റാക്ക് നടത്തൂ എന്നതാണ് ഇന്ത്യയുടെ NFU അല്ലെങ്കിൽ നോ ഫസ്റ്റ് യൂസ് പോളിസി എന്ന് പറയുന്നത്. അത് കണക്ക് തന്നെ ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ് അല്ലാത്ത ഒരു രാജ്യങ്ങളുടെ മേലും ഇന്ത്യ ന്യൂക്ലിയർ വെപ്പൺസ് പ്രയോഗിക്കില്ല. ഓക്കെ, ന്യൂക്ലിയർ വെപ്പൺ അതായത് ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ് ആയ നോൺ NWS എന്ന് പറയുന്നത്. ഓക്കെ, നോൺ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ്. അപ്പൊ നോൺ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഒരു രാജ്യങ്ങളുടെ മേലും, ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലാത്ത ഒരു രാജ്യങ്ങളുടെ മേലും ഇന്ത്യ ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കത്തില്ല. അപ്പൊ NFU എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ്സിന്റെ മുകളിൽ ഇന്ത്യ ഒരിക്കലും ന്യൂക്ലിയർ വെപ്പൺ ആദ്യമേ പ്രയോഗിക്കില്ല. അവർ ഇങ്ങോട്ട് ഫസ്റ്റ് അടിച്ചാൽ മാത്രം ഞങ്ങൾ തിരിച്ചടിക്കും. ഓക്കെ, പക്ഷെ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റുകൾ അല്ലാത്ത ഒരു രാജ്യങ്ങളുടെ മേലും ഇന്ത്യ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കില്ല. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, NFU എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അടുത്താണ് കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി അല്ലെങ്കിൽ CTBT എന്ന് പറയുന്നത്. ഓക്കെ, ബാൻ ഓൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് എവരിവെയർ ബൈ എവരിവൺ. അതായത് എല്ലാ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസും അല്ല, കാരണം ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് ഉണ്ടാകുമ്പോൾ അത്രത്തോളം റേഡിയേഷൻസ് ആണ് ഇത് പുറത്തുവരുന്നത്. അത് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിനും എൻവയോൺമെന്റിനും ഒക്കെ അത്രത്തോളം ഈ പറയുന്ന അപകടകരമായ ഒരു കാര്യമാണ്. അപ്പൊ കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റിയുടെ ഒരു വലിയ പോയിന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് ഇല്ലാതാക്കുക. അത് ഇനി നിങ്ങൾ യുദ്ധങ്ങൾക്ക് വേണ്ടി ആയിക്കോട്ടെ, എക്സ്പെരിമെന്റ്സിന് വേണ്ടി ആയിക്കോട്ടെ, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് ഇല്ലാതാക്കാം. Negotiated Conference on Disarmament in Geneva 1996 adopted by UNGA, United Nations General Assembly. 185 സിഗ്നറ്റോറീസ് ആണ് CTBTക്ക് ഉള്ളത്. കോൺഫറൻസ് ഓൺ ഡിസാർമമെന്റ് എന്ന് പറഞ്ഞ് യുണൈറ്റഡ് ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്ത ജനീവയിൽ വെച്ച കോൺഫറൻസ് വെച്ചിട്ടാണ് ഈ പറയുന്ന CTBT അംഗീകരിച്ചു വരുന്നത്. Treaty will enter into force after all 44 states listed in Annex 2 will ratify it. States having nuclear facilities at the time the treaty was negotiated and adopted on already. ഓക്കെ, കുറച്ചൊന്നും വെള്ളം കുടിക്കാൻ പോയതാണ്, ആരും പോയില്ലല്ലോ. Treaty will enter into force after all 44 states listed in Annex 2 will ratify it. States having nuclear facilities at the time the treaty was negotiated and adopted. Out of 44, 36 countries have ratified. അതായത് 44 രാജ്യങ്ങളിൽ CTBT രാജ്യങ്ങളിൽ ചുമ്മാ സൈൻ ചെയ്തിട്ട് പോയതല്ല, 36 രാജ്യങ്ങൾ അത് റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ലീഗലി അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, Annex 2 countries not ratified. അപ്പൊ ഈ Annex 2 countries എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഒരു ജസ്റ്റ് Annex 1 Annex 2 എന്ന് പറഞ്ഞ രണ്ട് രീതിയിലാണ് രാജ്യങ്ങളെ തിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ജനറൽ അസംബ്ലിയിലാണെങ്കിൽ നമ്മുടെ ഈ ക്ലൈമറ്റ് നെഗോസിയേഷൻസിലൊക്കെ ആണെങ്കിലും, അതായത് Annex 1 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെയാണ് Annex 1 രാജ്യങ്ങൾ പെടുത്തുക. അടുത്തെന്ന് പറഞ്ഞാൽ Annex 2 രാജ്യങ്ങൾ പ്രധാനമായിട്ട് വരുന്നത് കുറച്ചും കൂടെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള അത്രത്തോളം ഇൻഡസ്ട്രിയലൈസ്ഡ് ആവാത്ത രാജ്യങ്ങളാണ് ബേസിക്കലി Annex 2 കൺട്രീസിൽ വരിക. പക്ഷെ പിന്നെ എന്താണ് വേറെയും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഈ ഒപെക് പോലുള്ള കാര്യങ്ങൾ, ഈ OECD പോലുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ സൈൻ ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. ഓക്കെ, അപ്പം Annex 2 countries not ratified. ചൈന, നോർത്ത് കൊറിയ, ഈജിപ്ത്, ഇന്ത്യ, ഇറാൻ, ഇസ്രായേൽ, പാകിസ്ഥാൻ ആൻഡ് US. അപ്പം ഇതിനകത്ത് ഇന്ത്യയും നോർത്ത് കൊറിയയും പാകിസ്ഥാനും ഒന്നും സൈൻ ചെയ്തിട്ട് കൂടിയില്ല. ചൈനയും ഈ പറയുന്ന ചൈന എന്ത് ചെയ്തിട്ടുണ്ട്, സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ റാറ്റിഫൈ ചെയ്തിട്ടില്ല. അതേ കണക്ക് ഇറാൻ, ഇസ്രായേലും ഒക്കെ, ഇറാനും ഇസ്രായേലും US ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, റാറ്റിഫൈ ചെയ്തിട്ടില്ല. ചുമ്മാ സൈൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്, പക്ഷെ റാറ്റിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതൊന്നും വ്യത്യാസം മനസ്സിലാക്കി നോക്കുക. ഈ ഇങ്ങനെ രണ്ട് പോയിന്റുകൾ കൺഫ്യൂസിംഗ് ആണ് അല്ലേ? അപ്പൊ നിങ്ങൾ ഇത് പോയിന്റ് നോക്കുക, ഇന്ത്യ, നോർത്ത് കൊറിയയും പാകിസ്ഥാൻ ഇത് സൈൻ ചെയ്തിട്ട് പോലും ഇല്ല. CTBTയും VTBTയും ഈ പറയുന്ന എന്താണ് NPTയും ഒന്നും ന്യൂക്ലിയർ വെപ്പൺ ഡിസാർമമെന്റ് ആയിട്ടുള്ള അഗ്രിമെന്റ്സ് ഒന്നും ഇന്ത്യ സൈൻ ചെയ്യാറില്ല. ഓക്കെ, ഇന്ത്യ സൈൻ ചെയ്യാറില്ല, കാരണം അതൊക്കെ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ചൈനയും ഇന്ത്യയും നോർത്ത് കൊറിയയും പാകിസ്ഥാനും ഒന്നും CTBT സൈൻ ചെയ്തിട്ടില്ല, പക്ഷെ ചൈനയും ഇറാനും ഇസ്രായേലും പാകിസ്ഥാനും ഈജിപ്തും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതേ കണക്ക് തന്നെ വെച്ചിരിക്കാൻ റാറ്റിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, CTBT ഓർഗനൈസേഷൻ പ്രൊമോട്ട്സ് ദ ട്രീറ്റി സോ ഇറ്റ് ക്യാൻ എൻ്റർ ഇൻടു ഫോഴ്സ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? വിയന്നയിലാണ് CTBTയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഓക്കെ, CTBT എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് FMCT? അടുത്തതാണ് FMCT. The Fissile Material Cut-off Treaty is a proposed international agreement to ban the production of the
2 essential ingredients for nuclear weapons. അപ്പോൾ ഫിസൈൽ മെറ്റീരിയൽ കട്ട് ഓഫ് ട്രീറ്റി എന്നാണ് നമ്മുടെ FMCTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ വെപ്പൺസ് വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന 2 മൂലകങ്ങളുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ 2 വസ്തുക്കളുണ്ട്. അപ്പം അതിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി എന്താണ് കട്ട് ഓഫ് ചെയ്യുക, അതുവഴി ന്യൂക്ലിയർ വെപ്പൺസ് വികസിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് നിർത്തലാക്കാൻ കഴിയുന്ന ഒരു ഐഡിയയിലാണ് ഫിസൈൽ മെറ്റീരിയൽ കട്ട് ഓഫ് ട്രീറ്റി വരുന്നത്. പ്രധാനമായിട്ടും ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് യൂസ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് എൻറിച്ച്ഡ് യുറേനിയവും HEU ആൻഡ് പ്ലൂട്ടോണിയം. ഓക്കെ, പ്ലൂട്ടോണിയം യുറേനിയം എൻറിച്ച്ഡ് യുറേനിയം കൂടെ യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന രീതിയിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഈ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ എന്ത് ചെയ്യുന്നത്, ഈ ന്യൂക്ലിയർ വെപ്പൺസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വെപ്പണൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ടാപ്പ് ഡിസൈൻ ടു സ്റ്റോപ്പ് ദ ഫ്ലോ ഓഫ് ന്യൂ ന്യൂക്ലിയർ ബോംബ് ഫ്യൂൽ കോംപ്ലിമെന്റിംഗ് ട്രീറ്റീസ് ലൈക്ക് ദ CTBT. അപ്പം CTBT ഒക്കെ, അതായത് CTBTയുടെ ഉദ്ദേശം എന്താണ്, എക്സ്പ്ലോഷൻസ് ഒക്കെ, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് ഒക്കെ ഇല്ലാതാക്കുക. അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കി വെച്ചിട്ട് അത് ടെസ്റ്റ് ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഇതിന്റെ പ്രധാനമായി എന്താണ് വേണ്ടത്, ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നത് നിർത്തലാക്കുക എന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്. അപ്പൊ അത് നിർത്തലാക്കാൻ വേണ്ടിയാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് കട്ട് ഓഫ് ചെയ്യുക, അതായത് എൻറിച്ച്ഡ് യുറേനിയം പ്ലൂട്ടോണിയം ഒക്കെ സോഴ്സ് ചെയ്യുന്നത് നിർത്തലാക്കുക. അതിനുവേണ്ടി രാജ്യങ്ങളെ ഒരുമിച്ച് കൂട്ടുക എന്നൊരു ഐഡിയയിലാണ് ഈ ഫിസൈൽ മെറ്റീരിയൽ കട്ട് ഓഫ് ട്രീറ്റി ഒക്കെ വരുന്നത്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ദ ലോങ് റോഡ്. അതായത് ഫിസൈൽ മെറ്റീരിയൽ കട്ട് ഓഫ് ട്രീറ്റി കുറെ കാലങ്ങളായിട്ട് എന്താണ് ചർച്ചയിൽ പല രാജ്യങ്ങൾ ചർച്ച ചെയ്ത് വന്നൊരു ട്രീറ്റിയാണ്. ഓക്കെ, the idea of halting fissile material production is not a new. It dates back to 1946 with the Erickson-Lilienthal report. However, the modern push began in the post-Cold War era. അപ്പോൾ എറിക്സൺ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഈ ഡിസാർമമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഓക്കെ എറിക്സൺ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ് FMCT എന്ന് പറയുന്നത്. 1993 US പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പ്രപ്പോസ് എ ട്രീറ്റി അറ്റ് ദ UN ജനറൽ അസംബ്ലി. അപ്പൊ UN ജനറൽ അസംബ്ലിയിൽ ബിൽ ക്ലിന്റൺ ഈ പറയുന്ന ട്രീറ്റി പ്രപ്പോസ് ചെയ്യുന്നു, which then adopted a consensus resolution calling for negotiations. അപ്പൊ അതിനുശേഷം ലോകത്തുള്ള രാജ്യങ്ങളെ ഒത്തൊരുമിച്ചുകൊണ്ട് നെഗോസിയേഷൻ, അതായത് ഈ പറയുന്ന രീതിയിൽ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്ത് നമുക്ക് നിർത്താം എന്ന രീതിയിൽ നെഗോസിയേഷൻസ് UN ജനറൽ അസംബ്ലിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിൽ ക്ലിന്റൺ ആണ് 1993. ഇതാണ് ദ ഷാനോൺ മാൻഡേറ്റ്. ദ കോൺഫറൻസ് ഓൺ ഡിസാർമമെന്റ്. കോൺഫറൻസ് ഓൺ ഡിസാർമമെന്റ് കാര്യം നമ്മൾ പഠിച്ചിരുന്നു. കോൺഫറൻസ് ഓൺ ഡിസാർമമെന്റ് ആസ്പെക്റ്റിലാണ് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ CTBT പോലുള്ള CTBT പോലുള്ള ട്രീറ്റീസ് വരുന്നത്. In Geneva, the sole UN forum for such talks appointed Canadian ambassador Gerald Shannon. ജെറാൾഡ് ഷാനൻ എന്ന് പറയുന്ന കനേഡിയൻ അംബാസഡർ ആയിരുന്നു ഈ പറയുന്ന കോൺഫറൻസ് ഡിസാർമമെന്റ് ഒരു മെയിൻ പ്രൊപ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പൊ ദിസ് റിസൾട്ടിംഗ് ഷാനോൺ മാൻഡേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ ഫ്രെയിംവർക്ക് ആൻഡ് മാൻഡേറ്റ് ഫോർ നെഗോസിയേഷൻ വിച്ച് വാസ് അഗ്രീഡ് അപ്പോൺ ബൈ കൺസെൻസസ്. അതായത് പുള്ളി ഈ പറയുന്ന ഒരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് രാജ്യങ്ങൾ തമ്മിൽ നെഗോസിയേഷൻ ചെയ്യുക, അതായത് ഇങ്ങനത്തെ എന്തൊക്കെ കട്ട് ഓഫ് ചെയ്യണം, എങ്ങനെ കട്ട് ഓഫ് ചെയ്യണം, രാജ്യങ്ങൾ എങ്ങനെ കോപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് പുള്ളി ഒരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് ഷാനോൺ മാൻഡേറ്റ് എന്ന് പറയുന്നത്. ഷാനോൺ എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് ഒരു കനേഡിയൻ അംബാസഡറായ ജെറാൾഡ് ഷാനൺ ആയിരുന്നു. പുള്ളിയായിരുന്നു ഇതിനു വേണ്ടി ഒരു കോൺഫറൻസ് ഓഫ് ഡിസാർമമെന്റിൽ UN ജനറൽ അസംബ്ലി അപ്പോയിന്റ് ചെയ്ത ഇതിന് ചുക്കാൻ പിടിച്ച ഒരാളെന്ന് പറയുന്നത്. ഓക്കെ, the stalemate. Despite this mandate, formal negotiations have never begun. The CD operates on a rule of consensus and its works has been blocked for decades by few states. Key obstacles include, ഓക്കെ, അതായത് ഈ പറയുന്ന അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ ഒരുപാട് ട്രീറ്റികളെ കുറിച്ച് പഠിക്കും, ഡിസാർമമെന്റുമായിട്ട് ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിക്കും. പക്ഷെ ഇതൊക്കെ പ്രാബല്യത്തിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും എന്താണ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മുടങ്ങിപ്പോകും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മുടങ്ങി പോകാനുണ്ടായ റീസൺസ് ആണ്. അതായത് ഇത് കോൺഫറൻസിലൊക്കെ, അതായത് എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി തീരുമാനമെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായാലും പല പല പ്രശ്നങ്ങൾ ഉയർന്നു വന്ന കാരണം ഇന്നും ഇത് പൂർണ്ണതയിൽ എത്തിച്ചെടുക്കാൻ പറ്റില്ല. അതായത് എൻറിച്ച്ഡ് യുറേനിയം പ്ലൂട്ടോണിയം അല്ലെങ്കിൽ ഫിസിക്കൽ മെറ്റീരിയൽസ് സോൾവ് ചെയ്യുന്നത് എന്താണ് നിർത്തലാക്കാനായിട്ട് ഒരു പരിധി വരെ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ പാകിസ്ഥാന്റെ ഒപ്പോസിഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പാകിസ്ഥാൻ കൺസിസ്റ്റന്റ്ലി ബ്ലോക്ക് ദ സ്റ്റാർട്ട് ഓഫ് നെഗോസിയേഷൻ. അതായത് ഇതിനെക്കുറിച്ച് ഈ FMCT ഒരു നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആരെ വില നോക്കും, പാകിസ്ഥാൻ പറയും ഇതൊന്നും പറ്റില്ല. Insisted the treaty must also cut existing stockpiles of fissile materials to address its perceived disadvantage with India's largest stockpile. അതായത് ഇങ്ങനെ ഒരു പാകിസ്ഥാന്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ, അതായത് ഇനി ഈ ട്രീറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി തൊട്ട് ഈ പറയുന്ന പ്ലൂട്ടോണിയം അല്ലെങ്കിൽ ഈ പറയുന്ന യുറാനിയവും എൻറിച്ച്ഡ് യുറാനിയം യൂസ് ചെയ്യരുത് അല്ലെങ്കിൽ സോഴ്സ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പം എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് പൈൽസ് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് അവിടെ ഓൾറെഡി ഈ പറയുന്ന രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന യുറാനിയം പ്ലൂട്ടോണിയം ഒക്കെ സോഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പോയിന്റും കൂടെ കട്ട് ഓഫ് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന FMCT ആയിട്ട് ചർച്ചകളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പാകിസ്ഥാൻ പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കയ്യിൽ
വലിയ തോതിലുള്ള എന്തുണ്ട്, ഈ പറയുന്ന വലിയ തോതിലുള്ള ഓൾറെഡി സ്റ്റോക്ക് പൈൽ ചെയ്ത് വെച്ചേക്കുന്ന, സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു വലിയ സോഴ്സ് ഓഫ് ഈ പറയുന്ന എൻറിച്ച്ഡ് പ്ലൂട്ടോണിയമോ എൻറിച്ച് യുറേനിയമോ പ്ലൂട്ടോണിയമോ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ്, പാകിസ്ഥാൻ ഒരു സെക്യൂരിറ്റി ത്രെറ്റ് ആണ്, അല്ലെങ്കിൽ അത് ഇന്ത്യയുമായിട്ട് ഇവര് ന്യൂക്ലിയർ വാർഹെഡ്സിന്റെ കാര്യത്തിൽ ഒരു ഡിസഡ്വാൻറ്റേജിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് പൈൽസ് എല്ലാം കളയണം എന്നൊരു നിയമം, എന്നൊരു കോൺസെൻസിൽ എത്തുക. അങ്ങനെയാണെങ്കിൽ മാത്രം നെഗോസിയേഷൻസ് കൊണ്ടുവന്നാണ് പാകിസ്ഥാന്റെ എന്താണ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് റീസണബിൾ ആയ ഒരു പോയിന്റ് ആണ്. India has a nuanced and consistent position on FMCT, balancing its non-proliferation coming from this national security interest. അപ്പം FMCTയുടെ കാര്യത്തിൽ ഇന്ത്യ എന്താണ്, ഇന്ത്യ ഒരു കുറച്ച് എന്താണ് സ്റ്റേബിൾ ആയിട്ട് എന്താ ഡിസിഷൻ പറയുന്നത്, ഇന്ത്യ ഇസ് റെഡി ടു സ്റ്റോപ്പ് ദിസ് ന്യൂക്ലിയർ റേസ്. ഓക്കെ, ഇന്ത്യ ഇസ് റെഡി ടു സ്റ്റോപ്പ് ദിസ് ന്യൂക്ലിയർ റേസ്. അതായത് അവർക്ക് ഈ പറയുന്ന ഇന്ത്യക്ക് എന്താണ് ഒരു ന്യൂക്ലിയർ റേസ് ആയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഇന്ത്യ ഈ പറയുന്ന ഈ ഓൾറെഡി ഇത്രയും ന്യൂക്ലിയർ ഹെഡ്സ് ഇന്ത്യക്ക് ഉണ്ട്, ഒരു 550 ഓർ സംതിങ് ന്യൂക്ലിയർ ഹെഡ്സ് ഇന്ത്യക്ക് ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ സന്തുഷ്ടരാണ്, ഞങ്ങൾ ഇങ്ങനെ തന്നെ പൊക്കോളാം, ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന ന്യൂക്ലിയർ യുറേനിയം പ്ലൂട്ടോണിയം ഒന്ന് എൻറിച്ച്ഡ് സാധനങ്ങൾ സോഴ്സ് ചെയ്തിട്ട് പുതിയ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യാൻ നിൽക്കുന്നില്ല, ഞങ്ങൾ FMCTയുടെ പോകാനാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ്. പക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അങ്ങനെ ഇവർക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. കാരണം ഇന്ത്യക്കാണ് കൂടുതൽ ന്യൂക്ലിയർ എന്താണ് ടെക്കും വാർഹെഡ്സും ഉള്ളത്. അതുകൊണ്ട് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വികസിപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ഡിസഡ്വാൻറ്റേജിൽ പോകും എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞത്. സപ്പോർട്ട് ഫോർ നെഗോസിയേഷൻസ്. India officially supports the early commencement of negotiations on an FMCT in the context of disarmament. Indian representative has stated that the treaty is a non-proliferation measure that would add strategic credibility and is a step towards global nuclear disarmament. അപ്പം ഇന്ത്യ FMCT സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യ CTBT-നെയും NPT-നെയും ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇന്ത്യ സൈൻ ചെയ്തതിനെ ഇന്ത്യ തിരിഞ്ഞു നോക്കിയിട്ട് പോലില്ല. പക്ഷെ FMCT-നെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഓൾറെഡി സ്റ്റോക്ക് പൈൽ ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങൾ എടുത്ത് കളയാനല്ല പറയുന്നത്, നിങ്ങൾ ഇനി തൊട്ട് സ്റ്റോക്ക് പൈൽ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ ഇത്രത്തോളം എന്തായിട്ടുണ്ട്, ന്യൂക്ലിയർ വെപ്പൺ ആർം സ്റ്റേറ്റ് ആയിട്ടുണ്ട്, അപ്പം അത്രത്തോളം നമുക്ക് വെച്ച് പോകാൻ ഞങ്ങൾ ഓക്കെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല, അത് ഇറ്റ്സ് ഫൈൻ ഫോർ ഇന്ത്യ. അപ്പം ഞങ്ങൾക്ക് അത് ഫൈനാണ് എന്നാണ് ഇന്ത്യയുടെ വാദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കോൺഫറൻസ് ഓഫ് ഡിസാർമമെന്റിൽ ഇന്ത്യ പറയുന്നത് FMCT ഒരു പ്രോപ്പർ നോൺ പ്രൊളിഫറേഷൻ മെഷറാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന രീതിയിൽ ന്യൂക്ലിയർ വെപ്പൺസിനെ ഡിസാം ചെയ്ത് കൊണ്ടുവരാനുള്ള, ലോകത്തിൽ തന്നെ ഹാനികരമായ ഡിസാം ചെയ്ത് പതുക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നല്ലൊരു മാർഗം എന്ന് പറയുന്നത് FMCT ആണ് എന്നാണ് ഇന്ത്യയുടെ വാദം. ഡിഫറെന്റ് ഫ്രെയിംവർക്സ് ഫോർ ന്യൂക്ലിയർ പ്രൊളിഫറേഷൻ ആൻഡ് ന്യൂക്ലിയർ ഡിസാർമമെന്റ്. അപ്പം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ഓക്കെ, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആയ IAEA കാര്യം ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞാണ്. ഓക്കെ, അതായത് ന്യൂക്ലിയർ ടെക്നോളജി, രാജ്യങ്ങൾ ന്യൂക്ലിയർ ടെക്നോളജി വികസിപ്പിക്കുന്നത്, അവർക്ക് എത്ര വാർഹെഡ്സ് ഉണ്ട്, അപ്പം ഇതിനെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആണ്. ഓക്കെ, അതാണ് റീജിയൻ ന്യൂക്ലിയർ വെപ്പൺ ഫ്രീ സോൺസ്, NWFCS. These zones where countries commit to provide nuclear weapons represent significant progress towards disarmament. Expanding the end of the years could help a momentum for a global ban. ഓക്കെ, അതായത് ന്യൂക്ലിയർ വെപ്പൺ ഫ്രീ സോൺ, അതായത് ഇത്തരം ചില രാജ്യങ്ങൾ എന്തെടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ രാജ്യം ന്യൂക്ലിയർ വെപ്പൺ ഫ്രീ സോണാണ്, ഇവരുടെ ടെസ്റ്റിംഗും ഞങ്ങൾ അനുവദിക്കില്ല, ഇവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യാനും അനുവദിക്കില്ല. അപ്പം അതിന് ഫസ്റ്റ് NFW എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എവിടെയാണ്, ലാറ്റിൻ അമേരിക്കയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞത് ട്രീറ്റി ഓഫ് ടാലക്കോട്ട, ട്രീറ്റി ഓഫ് അങ്ങനെ ഒരു ട്രീറ്റി. ഓക്കെ, കുറെ ട്രീറ്റിയുടെ കാര്യം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ടു ഫാസ്റ്റ്. ഓക്കെ 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 അപ്പം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ കാര്യം ഞാൻ ഇപ്പോഴാണ് സോറി, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഓക്കെ, IAEA കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ലോക രാഷ്ട്രങ്ങളുടെ ന്യൂക്ലിയർ വാറൻസ് എത്രയുണ്ട്, അവർ ഈ പറയുന്ന IAEA മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണോ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടോ എന്നൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു ബോഡിയാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്നത്. റീജിയണൽ ന്യൂക്ലിയർ വെപ്പൺ ഫ്രീ സോൺസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചില രാജ്യങ്ങൾ എന്തെടുക്കുന്നുണ്ട്, അവരുടെ രാജ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രൊവിൻസസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺ ഫ്രീ സോൺസ് ആണ്. അതായത് അവരവരുടെ രാജ്യത്ത് എന്ത് സമ്മതിക്കില്ല, ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല, അത് ന്യൂക്ലിയർ വെപ്പൺ ഫ്രീ സോൺസ് ആണ്. അപ്പം അത് ഫസ്റ്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, ലാറ്റിൻ അമേരിക്കയിലാണ്. ലാറ്റിൻ അമേരിക്കയിലും ആഫ്രിക്കൻ കൺട്രീസിലുമാണ് കൂടുതൽ ഈ ന്യൂക്ലിയർ വെപ്പൺ ഫ്രീ സോൺസ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യ സ്റ്റാൻഡ്സ് NFU ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, NFU ഞാൻ പറഞ്ഞാണ്. ഓക്കെ,
ഓക്കെ, ന്യൂക്ലിയർ റഫ്യൂസ് ജോയിൻ NPT. അപ്പൊ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. UNSCയുടെ പെർമനന്റ് മെമ്പേഴ്സ് ആയ 5 രാജ്യങ്ങൾ എന്താണ് ന്യൂക്ലിയർ ആർസണൽസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള രാജ്യങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസ് വികസിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് എന്നാണ് ഇന്ത്യ ചോദിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന 5 രാജ്യങ്ങൾക്ക് ഉണ്ടാണെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടാവും. കാരണം അത് അവരുടെ അവകാശമാണെങ്കിൽ ഇവരുടെ അവകാശമല്ലേ. അപ്പൊ ഇന്ത്യ വളരെ ന്യായമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 5 രാജ്യങ്ങൾ എന്താണ്, ഈ UNSCയിലെ പെർമനന്റ് മെമ്പേഴ്സ് ആണ്. ഒന്ന് ഹോൾഡ് ചെയ്യണം. ഇപ്പൊ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, സോറി ജസ്റ്റ് കട്ടായി പോയത്. Okay, promotion of peaceful nuclear energy. India supports the peaceful use of nuclear technology for energy and scientific development under international safeguards. അതായത് പീസ്ഫുൾ യൂസിനായിട്ടുള്ള, അതായത് ഈ സിവിൽ ന്യൂക്ലിയർ, ഇപ്പൊ കൂടംകുളത്തൊക്കെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരുന്നു. അപ്പം അങ്ങനത്തെയുള്ള സിവിൽ യൂസസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസ് കൂടെ ആയിക്കോട്ടെ, അതെല്ലാം പീസ്ഫുൾ യൂസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതാണ് ഇന്ത്യ കൂടുതൽ പ്രൊമോട്ട് ചെയ്തത്. ഇപ്പൊ UNSCയുടെ കാര്യമൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ UNSCയുടെ കാര്യം ഞാൻ ഒരുപാട് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. UNSCയുടെ കാര്യം എന്താണ്, UNSC യുണൈറ്റഡ് സെക്യൂരിറ്റി കൗൺസിൽ തന്നെ വളരെ ഡിസ്ക്രിമിനേറ്ററി ആയ ഒരു ബോഡിയാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ലാറ്റിൻ അമേരിക്കൻ ആഫ്രിക്കൻ എന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് ഒന്നും അതിനകത്തില്ല. അപ്പൊ UNSCയുടെ പെർമനന്റ് മെമ്പേഴ്സിലാണ് ഈ പറയുന്ന ഫസ്റ്റ് 5 ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ്. അപ്പൊ ഇവർക്ക് മാത്രം ന്യൂക്ലിയർ വെപ്പൺസ് ആവാം, ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ആവാൻ പാടില്ല. ഈ പറയുന്ന NPT ഫോളോ ചെയ്യണം, പാരിസ്ഥിതിക മലിനീകരണം ഉണ്ടാക്കരുത്, മാനവരാശിയെ സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് എന്താണ്, വളരെ ചൈൽഡിഷ് ആയ അല്ലെങ്കിൽ അത് വില പോകാത്ത ഒരു ആർഗ്യുമെന്റ് ആയിട്ടാണ് ഇന്ത്യ കണക്കാക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആയിട്ടാണ് ഇന്ത്യ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന NPT ഒന്നും ഇന്ത്യ സൈൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ NPTയുടെ കാര്യത്തിലും CTBTയുടെ കാര്യത്തിലൊക്കെ ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് എന്താണ്, നോ ആണ്. ഓക്കെ, ഇറ്റ്സ് എ നോ. ഓക്കെ, അടുത്താണ് ടൈപ്സ് ഓഫ് വാർ. ടൈപ്സ് ഓഫ് വാറിൽ അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഞാൻ തീരെ വന്ന് കണ്ടില്ല നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പക്ഷെ നമുക്ക് പഠിക്കാൻ നിർവാഹമില്ല, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാം എന്തൊക്കെയാണ് വാർ. അതിനൊരു എക്സാമ്പിൾ വെച്ച് ഞാനത് പറഞ്ഞു പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ടോട്ടൽ വാർ. Total war is a war which a country devotes its entire human, economic and military resources. Okay, World War II ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താണ്, World War II, അപ്പം ഇന്ത്യ പാക് വാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ടോട്ടൽ വാർ ആണ്. ഓക്കെ, അതൊരു ടോട്ടൽ വാർ ആണ്. ഒളിഞ്ഞു നിന്നുള്ള പോരാട്ടം ഒന്നുമില്ല. രണ്ട് രാജ്യങ്ങളും അവരുടെ മുഴുവൻ സൈനിക ബലങ്ങളും അതേകണക്ക് തന്നെ അവരുടെ മുഴുവൻ മെറ്റീരിയൽ റിസോഴ്സസും എക്കണോമിക് റിസോഴ്സസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന ടോട്ടൽ വാർ നടക്കുന്നത്. ടോട്ടൽ വാറിന്റെ സമയത്തൊക്കെയാണ് സിവിലിയൻസിന് നേരെ കൂടുതൽ ആക്രമണം നടക്കുന്നത്. എപ്പോഴാണ്, ടോട്ടൽ വാർ നടക്കുമ്പോഴാണ്. ഓക്കെ, അപ്പം ഇസ്രായേൽ പാലസ്തീനും തമ്മിൽ നടക്കുന്ന എന്താണ്, ടോട്ടൽ വാർ ആണ് അവിടെ നടക്കുന്നത്. അത് വേറെയും ആസ്പെക്ടുകൾ ഉണ്ട്. ഇസ്രായേൽ പാലസ്തീൻ വരുമ്പോൾ അവിടെ റിലീജിയസ് വാർ ആണ്, ഐഡിയോളജിക്കൽ വാർ ആണ്. പക്ഷെ അവിടെ എന്താണ്, മൊത്തത്തിൽ പറയുമ്പോൾ എന്താണ്, ഒരു ടോട്ടൽ വാർ ആണ് നടക്കുന്നത്. അടുത്താണ് സിവിൽ വാർ. സിവിൽ വാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആഭ്യന്തര യുദ്ധം എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ. കോൺഫ്ലിക്ട്സ് ഫോട്ട് ബിറ്റ്വീൻ 2 or more factions or regions of the same country. അതായത് ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ പല ഫാക്ഷനുകൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിനെയാണ് നമ്മൾ ഈ സിവിൽ വാർ എന്ന് പറയുന്നത്. ഇപ്പൊ സൗത്ത് സുഡാനിലൊക്കെ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ സൗത്ത് സുഡാൻ എന്ന് പറഞ്ഞ രാജ്യം എന്താണ്, സൗത്ത് സുഡാനിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് സൗത്ത് സുഡാനിൽ. അതായത് സൗത്ത് സുഡാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് 2011 സൗത്ത് സുഡാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു ഇൻഡിപെൻഡന്റ് നേഷൻ ആയിട്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്ന മീൻസ് ഒരു ഇൻഡിപെൻഡന്റ് നേഷൻ ആയിട്ട് വരുന്നത് സൗത്ത് സുഡാൻ 2011. അതിനുശേഷം അവിടെ എന്തുണ്ടാവും, അവിടെ സിവിൽ വാർ നടക്കുകയാണ്. അതായത് അവിടുത്തെ ഒരു അവിടുത്തെ ഒരു ഗവേണിംഗ് ബോഡിയും അവിടുത്തെ ഒരു ലോക്കൽ മിലീഷ്യയും തമ്മിൽ എന്താണ് സിവിൽ വാർ നടക്കുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ സിവിൽ വാറിന്റെ പേരിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് കണക്ക് തന്നെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും സിവിൽ വാർ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം സിവിൽ വാർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പൊ ശ്രീലങ്കയിലൊക്കെ നടന്നത് എന്താണ്,
ഒരു സിവിൽ വാർ കൈൻഡ് ഓഫ്. കാരണം അവിടുത്തെ ആൾക്കാർ, ജനങ്ങളും സർക്കാരും തമ്മിലായി പിന്നെ ഫൈറ്റ് അല്ലേ ശ്രീലങ്കയിലൊക്കെ ഈ പോസ്റ്റ് കോവിഡ് ടൈം നടന്ന്. അപ്പൊ അത് സിവിൽ വാർ എന്ന് പറയാൻ പറ്റുന്ന വെച്ചാൽ അതിനൊരു വാർ എന്ന് പറയാൻ പറ്റില്ല, ഒരു റെവല്യൂഷൻ എന്നൊക്കെ പറയാം അല്ലെ. അപ്പം ഒരു സിവിൽ വാർ നടക്കുന്നു. അപ്പൊ അടുത്താണ് ഗറില്ല വാർഫെയർ. ഗറില്ല വാർഫെയറിനെയാണ് ലിറ്റിൽ വാർ എന്നോ അല്ലെങ്കിൽ കൺവെൻഷണൽ വാർഫെയർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഗറില്ല വാർഫെയർ എന്ന് പറഞ്ഞാൽ ഒരു കൺവെൻഷണൽ അല്ല, അൺകൺവെൻഷണൽ വാർഫെയർ ആണ് കേട്ടോ. തെറ്റിട്ട് ഗറില്ല വാർഫെയർ ഒരു അൺകൺവെൻഷണൽ വാർഫെയർ ആണ്. അയ്യോ സോറി. ഓക്കെ, അൺകൺവെൻഷണൽ വാർഫെയർ ആണ്. അപ്പൊ ഗറില്ല വാർഫെയർ എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ ഇപ്പം വിയറ്റ്നാം യുദ്ധത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിയറ്റ്നാം യുദ്ധത്തിലൊക്കെ ഈ ഗറില്ല പോരാളികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പം ചെഗുവേര എന്ന് പറയുന്ന നേതാവൊക്കെ എന്തായിരുന്നു, ഒരു ഗറില്ല പോരാളിയൊക്കെ ആയിട്ട് ബൊളീവിയയിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പം ഗറില്ല വാർഫെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ടെറൈൻ ഉണ്ടാവും അല്ലേ. ഇപ്പം വിയറ്റ്നാമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സ്പെസിഫിക് ടെറൈൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു കാട് മൂടി കിടക്കുന്ന അന്തരീക്ഷമാണ്. അപ്പൊ അവിടുത്തെ ടെറൈൻ മനസ്സിലാക്കി ഈ കാട്ടിൽ നിന്ന് ഒളിഞ്ഞിരുന്ന് പോരാടുന്നതിനെയാണ്, ടെറൈൻ യൂസ് ചെയ്ത് പോരാടുന്നതിനെയാണ് ബേസിക്കലി ഗറില്ല വാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഗറില്ല വാർ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇപ്പം വിയറ്റ്നാം യുദ്ധത്തിലൊക്കെ US പരാജയപ്പെട്ട യുദ്ധമാണ് വിയറ്റ്നാം യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, വിയറ്റ്നാം യുദ്ധം എന്ന് പറഞ്ഞാൽ US പരാജയപ്പെട്ട ഒരു യുദ്ധമാണ്. അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഗറില്ല വാർഫെയറും ആ നാട്ടിലെ ടെറൈൻ മനസ്സിലാക്കി അവിടുത്തെ ഗറില്ല പോരാളികളുമായിരുന്നു. ഓക്കെ, അവരെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യാനോ മാത്രം കഴിവ് ആർക്കില്ലായിരുന്നു, US മിലിറ്ററിക്ക് ഇല്ലായിരുന്നു. അടുത്താണ് റെവല്യൂഷണറി വാർ എന്ന് പറഞ്ഞാൽ വാർ ഫോർട്ട് വിത്ത് എയിം ഓഫ് ഓവർ ത്രോയിങ് എ കറപ്റ്റ് ഓർ ഇൻഎഫക്റ്റീവ് ഗവൺമെന്റ്. ഇപ്പൊ റെവല്യൂഷണറി വാർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പറയാം ഒക്ടോബർ റെവല്യൂഷൻ എന്താണ്, USSR വരുന്ന ഒക്ടോബർ റെവല്യൂഷൻ ഒക്കെ ഒരു റെവല്യൂഷണറി വാർ ആണ്. അതേപോലെ തന്നെ ഇസ്ലാമിക് റെവല്യൂഷൻ 1979 ഇസ്ലാമിക് റെവല്യൂഷൻ വരുന്നു. ഓക്കെ, ഇസ്ലാമിക് റെവല്യൂഷൻ എവിടെയൊക്കെ വന്നത്, ഇസ്ലാമിക് റെവല്യൂഷൻ ആദ്യമായിട്ട് എവിടെയാണ് വന്നത്, നമ്മൾ പറഞ്ഞു മുല്ലപ്പൂ വിപ്ലവം ടുണീഷ്യയിലാണ് ഇസ്ലാമിക് റെവല്യൂഷൻ ഫസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് ഇസ്ലാമിക് റെവല്യൂഷൻ ഇറാനിൽ വരുന്നുണ്ട്. ഓക്കെ, ഇറാനിൽ ഇസ്ലാമിക് റെവല്യൂഷൻ വന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്നും ഇറാനും US ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുന്നൊക്കെ ഈ പറയുന്ന എന്താണ് ഈ ഇസ്ലാമിക് റെവല്യൂഷനായിട്ടൊക്കെ ബന്ധമുണ്ടോ, നിങ്ങൾ അതിന്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുക, ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പം ഇതെന്നൊക്കെ പറഞ്ഞ എന്താണ് റെവല്യൂഷണറി വാർ ആണ്. അടുത്താണ് കൊളോണിയൽ വാർ. കൊളോണിയൽ വാർ ഇസ് എ ബ്ലാങ്കറ്റ് ടേം റിലേറ്റിംഗ് ടു ദ വേരിയസ് കോൺഫ്ലിക്ട് ദാറ്റ് അറോസ് ആസ് എ റിസൾട്ട് ഓഫ് ഓവർസീസ് ടെറിട്ടറീസ് ബീൻ സെറ്റിൽഡ് ബൈ foreign powers creating a being settled by foreign powers creating a colony. The term especially refers to wars fought during the 19th century between European armies in Africa, Asia, and the Caribbean. Imperial War. When subject people struggle to get their independence, they fight wars of national liberation and decolonization. അപ്പൊ കൊളോണിയൽ വാറിന്റെ ബേസിക്സ് ആണെന്ന് പറഞ്ഞാൽ സെറ്റിലർ കൊളോണിയസം ആണ്. ഓക്കെ, അതായത് ഒരു സ്ഥലം നിങ്ങൾ കൈയടക്കുക അല്ലെങ്കിൽ അധിനിവേശം നടത്തുക, കൈയടക്കുക, അവിടുത്തെ ആൾക്കാർക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കും. അപ്പൊ ഇന്ത്യയിലൊക്കെ നടന്ന എന്താണ്, ഒരു കൊളോണിയൽ വാർ ആണ്. ഇന്ത്യ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് പറഞ്ഞ ഒരു തരത്തിലുള്ള കൊളോണിയൽ വാർ ആണ്. ഇപ്പം റീസെന്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇസ്രയേൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗാസ സ്ട്രിപ്പും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു തരത്തിൽ എന്താണ്, ഒരു നിയോ കൊളോണിയൽ വാർ ആണ്. ഓക്കെ, ഇസ്രയേൽ ഗാസ സ്ട്രിപ്പ് ഒക്കുപ്പൈ ചെയ്യുന്നൊക്കെ എന്താണ്, ഈ പറയുന്ന ഒരു ഒന്ന് ഹോൾഡ് ചെയ്യണേ. അപ്പം ഈ പറയുന്ന ഇസ്രയേൽ നിങ്ങൾ ഗാസ സ്ട്രിപ്പ് ഓക്കുപ്പൈ ചെയ്യുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പം ഗാസ സ്ട്രിപ്പ് ആയിക്കോട്ടെ, വെസ്റ്റ് ബാങ്ക് ആയിക്കോട്ടെ, ഇതൊക്കെ ഓക്കുപ്പൈ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കൊളോണിയൽ വാർ ആണ്. കാരണം അവരെന്താണ് ചെയ്യുന്നത്, അവർ ഈ പറയുന്ന സ്ഥലങ്ങൾ ഓക്കുപ്പൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കയ്യേറുകയാണ്. അവിടെ ഇവർ സെറ്റിൽ ചെയ്യുന്നു, അവരിവിടെ ഇൻഫ്രാസ്ട്രക്ചർ പണിയുന്നു. അങ്ങനെ കയ്യേറി അവിടുത്തെ ആൾക്കാരെ അവർ എന്ത് ചെയ്യുന്നു, സബ്ജുഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ തരത്തിൽ എന്താണ്, ഒരു തരത്തിലുള്ള കൊളോണിയൽ വാർ ആണ്. ഓക്കെ, അടുത്താണ് ഐഡിയോളജിക്കൽ വാർ. എ ക്ലാഷ് ഓഫ് ഒപ്പോസിംഗ് ഐഡിയൽസ്, ഐഡിയോളജീസ് ഓർ കോൺസെപ്റ്റ് ത്രൂ വിച്ച് നേഷൻസ് ഓർ ഗ്രൂപ്പ്സ് യൂസ് സ്ട്രാറ്റജിക് ഇൻഫ്ലുവൻസ് ടു പ്രൊമോട്ട് ദെയർ ഇൻട്രസ്റ്റ് അബ്രോഡ്. ഓക്കെ, അതായത് ഐഡിയോളജിക്കൽ വാറിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും? ഇപ്പം ഒരു ഐഡിയോളജിക്കൽ വാറിന്റെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഐഡിയാസ് തമ്മിൽ നടന്ന യുദ്ധം, ഐഡിയാസ് തമ്മിൽ നടക്കുന്ന യുദ്ധം എന്താണ്, ഐഡിയോളജി തമ്മിൽ നടക്കുന്ന യുദ്ധം, ഇപ്പം നടക്കുന്ന യുദ്ധമോ പണ്ട് നടന്ന യുദ്ധമോ കാലാകാലങ്ങൾക്ക് മുന്നേ നടന്ന യുദ്ധമോ?
കമ്മ്യൂണിസം ആൻഡ് ക്യാപിറ്റലിസം. ഞാൻ ഒരു യുദ്ധം സ്പെസിഫിക്കലി പറയാണ്. ഓക്കെ, കമ്മ്യൂണിസം ആൻഡ് ക്യാപിറ്റലിസം തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. നിങ്ങൾ സിവിൽ വാർ പറയണ്ട, സിവിൽ വാർ അല്ല, സോറി, കോൾഡ് വാർ പറയണ്ട, വേറൊരു യുദ്ധം പറയും. കോൾഡ് വാർ പറയണ്ട. കോൾഡ് വാർ അല്ലാതെ ഐഡിയോളജീസ് തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന് പറയാൻ പറ്റും. കോൾഡ് വാർ പറയണ്ട. കോൾഡ് വാർ അല്ലാതെ ഐഡിയോളജീസ് തമ്മിൽ നടക്കുന്ന യുദ്ധം എന്താണെന്ന് ചിന്തിച്ച് പറയാൻ പറ്റും. പണ്ട് നടന്ന യുദ്ധങ്ങളൊക്കെ നിങ്ങൾ പ്ലസ് ടു ടൈമിലൊക്കെ പഠിച്ച ചരിത്രമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഐഡിയോളജീസ് തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ചൊക്കെ ഇപ്പോഴും നടക്കുന്നതും ഇപ്പൊ നടക്കുന്ന യുദ്ധവും പറഞ്ഞ പോലെ കമ്മ്യൂണിസം ക്യാപിറ്റലിസം തമ്മിൽ നടന്നത് ഇപ്പം എന്താണ്, വിയറ്റ്നാമില് അമേരിക്ക ഇൻവേഡ് ചെയ്തത്, വിയറ്റ്നാം വാർ എന്താണ്, ഒരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്. പറഞ്ഞൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ, കോൾഡ് വാർ നടന്നിട്ടുള്ള കൊറിയ സൗത്ത് കൊറിയ ഈ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ ഇൻവേഡ് ചെയ്യുന്നു, നോർത്ത് കൊറിയ USSR ബാക്ക് ചെയ്യുന്നു, സൗത്ത് കൊറിയനെ US സപ്പോർട്ട് ചെയ്യുന്നു. അതൊക്കെ എന്താണ്, ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഓക്കെ, അതേ കണക്ക് തന്നെ ഇപ്പൊ നടക്കുന്ന ഇറാനും ഇസ്രായേലും കോൺഫ്ലിക്റ്റ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതെന്താണ്, അത് റിലീജിയസ് ആണ്. റിലീജിയസ് മാത്രമല്ല, ഐഡിയോളജിക്കലും കൂടെയാണ്. ഓക്കെ, ഐഡിയോളജിയും കൂടെയാണ്. ഈ പറയുന്ന ഒരു ജൂത രാഷ്ട്രമാണ് ഇസ്രായേൽ. അത് റിലീജിയസ് ആണ്, പക്ഷെ റിലീജിയനിൽ എന്തുണ്ട്, ഐഡിയോളജി ഉണ്ട്. ഓക്കെ, അപ്പം ഈ പറയുന്ന ജൂതരാഷ്ട്രമാണ്. അതേ കണക്ക് തന്നെ എന്താണ്, ഈ ഇവരൊരു ഷിയ രാജ്യമാണ്. ഓക്കെ, സുന്നി അല്ല, ഒരു ഷിയ രാജ്യമാണ്. ഓക്കെ, ഇപ്പം ഇസ്ലാം ആയിട്ടുള്ള ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, ഷിയയും സുന്നിയുമാണ് മേജർ ആയിട്ടുള്ള ശക്തികൾ. അപ്പൊ ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ലോകത്ത് ഈ ഇപ്പം ISIS-ഉം ഈ പറയുന്ന എന്താണ് ഈ ഹൂദീസ് ഒക്കെ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇറാൻ, അഫ്ഗാനിസ്ഥാനിൽ തന്നെ എന്താണ്, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ എന്താണ്, ഒരു തരത്തിൽ ഈ പറയുന്ന ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് കൂടെയാണ് അവിടെ നടക്കുന്നത്. ഇത് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം എന്താണ്, മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെയാണ്. പക്ഷെ എന്താണ്, ഇവിടെ തന്നെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഈ പറയുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് ആന്റി ക്യാപിറ്റലിസ്റ്റ് സാധനവും ഇവിടെ വർക്ക് ആവുന്നുണ്ട്. ഇപ്പം US എന്തുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വേറൊരു ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, ഇറാൻ നാഷണലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അവിടുത്തെ ഓയിൽ അല്ലെങ്കിൽ ഹോർമോൺ സ്ട്രേറ്റ് ഒക്കെ ഇവരുടെ ആക്കി മാറ്റാൻ അല്ലെങ്കിൽ നാഷണലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ആർക്കാണ് അത് കൊള്ളുക, അതിനെ ബാധിക്കാൻ പോകുന്ന ഈ ഇമ്പീരിയലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന നിയോ കൊളോണിയലിസം ഫോളോ ചെയ്യുന്ന ഈ വെസ്റ്റേൺ രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയും ബ്രിട്ടനെയും ഫ്രാൻസിനെയൊക്കെയാണ് ഇത് ബാധിക്കുക. അപ്പം അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഒരു ഐഡിയോളജിക്കൽ വാർഫെയർ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പം ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെല്ലാം ഐഡിയോളജിക്കൽ വാർഫെയർ ആണ്. അത് റിലീജിയസ് ആയിരിക്കാം, അത് ടോട്ടൽ വാർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏത് യുദ്ധം എടുത്തോ. ഇപ്പൊ ക്രൂസൈഡ്സ് എടുത്തോ, ക്രൂസൈഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രൂസൈഡ്സ് എന്താ അറിയാം, ഇപ്പൊ ഇസ്ലാമും ഈ പറയുന്ന കുരിശ് യുദ്ധങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, കുരിശ് യുദ്ധങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ക്രൂസൈഡ്സ് എടുത്തോളൂ, കുരിശ് യുദ്ധങ്ങൾ എടുത്തോളൂ, ഇപ്പൊ നടക്കുന്ന ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് എടുത്തോളൂ, എടുത്തോളൂ, എല്ലാം ഐഡിയോളജിക്കൽ വാറാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും ഐഡിയോളജീസ് തമ്മിലുള്ള വാർഡുകളാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇലക്ഷനിലൊക്കെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക, വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യരുത്, ഐഡിയോളജിക്ക് കൊടുക്കുക വോട്ട് എന്നാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും പാർട്ടിക്കായിരിക്കണം വോട്ട്, വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യേണ്ടതല്ല ആൾക്കാർ. ഓക്കെ, നമ്മൾ എപ്പോഴും അവരുടെ ഐഡിയോളജിക്കാണ് നമ്മൾ വോട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അവർ എന്താണോ മുന്നോട്ട് വെക്കുന്നത് അതിനാണ് വോട്ട് ചെയ്യുക. അപ്പൊ ഈ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ലോകത്തിനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അതാണ് ഈ ഒരു പാർട്ടി ഇപ്പൊ അധികാരത്തിൽ വരികയാണ്, ഇന്ത്യയിലൊക്കെ ഒരു പാർട്ടി ഇപ്പൊ ഇന്ത്യയിൽ അധികാരത്തിൽ വരികയാണ്. അപ്പോഴാണ് നമ്മൾ അയാൾ ഈ ആള് കൊള്ളാം, പാർട്ടി എന്താ ആയിക്കോട്ടെ, ആള് കൊള്ളാം, നമുക്ക് അയാൾക്ക് കുത്താം എന്നൊക്കെ വെച്ചാൽ അല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിപ്പം വോട്ട് ചെയ്യേണ്ടത് ആ പാർട്ടി അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ആ രാഷ്ട്രീയ ചേരി ആയിക്കോട്ടെ, അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വോട്ട് ചെയ്യേണ്ടത്. കാരണം വ്യക്തി ആയിരിക്കില്ല, ഈ പറയുന്ന ചേരി ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് പ്രസ്ഥാനമായിരിക്കും നാട്ടിലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. ഒക്കെ ഐഡിയോളജിയാണ് പ്രധാനം. അത് യുദ്ധങ്ങൾ തമ്മിലാവുമ്പോഴും അത് അവിടെ ഐഡിയോളജിയിലാണ് പ്രധാനം. ഓക്കെ, ഐഡിയോളജിയാണ് ലോകത്തിനെ റൺ ചെയ്യുന്ന തന്നെ ഐഡിയോളജീസ് ആണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ലോകത്തിൽ നമ്മൾ എന്ത് യുദ്ധമായിക്കോട്ടെ, സമാധാനമായിക്കോട്ടെ, കോപ്പറേഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഐഡിയോളജിക്കലാണ് കാര്യങ്ങളെല്ലാം. ഓക്കെ, അടുത്താണ് എക്കണോമിക് വാർ. എക്കണോമിക് വാർ ഇൻ മിലിറ്ററി ഓപ്പറേഷൻസ്, എക്കണോമിക് വാർഫെയർ ഇസ് എക്കണോമിക് പോളിസി followed as a part of fighting during wartime. Can also be general economic policy aimed to cripple an opponent economically. അതായത് എക്കണോമിക് വാർഫെയറിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സാങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സാങ്ഷനെ കുറിച്ച് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ്. സാങ്ഷൻ എന്ന് പറഞ്ഞാൽ എക്കണോമിക് ബ്ലോക്കേഡ്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം USA ഈ പറയുന്ന ക്യൂബയോടൊക്കെ ചെയ്യുന്ന എന്താണ്, ക്യൂബയിലെല്ലാം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു എംബാർഗോ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു തരത്തിലുള്ള
സാങ്ഷൻസ് വെച്ചിട്ടുണ്ട്. അതായത് എക്കണോമിക് സാങ്ഷൻസ് ആണ്. അതായത് ഇവർക്ക് ട്രേഡ് നടത്താൻ പറ്റില്ല. ട്രേഡ് നടത്താൻ ഈ US ഇങ്ങനെ വെച്ചുകൊണ്ട് US ആയിട്ട് അലൈ ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്കൊന്നും ട്രേഡ് നടത്താൻ പറ്റില്ല. ക്യൂബയ്ക്ക് പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ക്യൂബ എക്കണോമിക്കലി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ക്യൂബ മാത്രമല്ല, ഈ ലെഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസം സോഷ്യലിസം പോലുള്ള ഐഡിയോളജീസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളുടെ മേളിലെല്ലാം ഈ പറയുന്ന അമേരിക്ക എന്ത് ചെയ്യും? എംബാർഗോ വെക്കും, ഈ ട്രേഡ് ഡെഫിസിറ്റ് ഈ സാങ്ഷൻസ് വെക്കും. അപ്പൊ സാങ്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള എക്കണോമിക് വാർഫെയർ ആണ്. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ എക്കണോമിക് വാർഫെയർ ആണ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ തന്നെ നശിപ്പിക്കാൻ ഈ പറയുന്ന എക്കണോമിക് സാങ്ഷൻസ് കൊണ്ടൊക്കെ പറ്റും. ഓക്കെ, അടുത്താണ് ഡിഫെൻസീവ് വാർ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് വൺ നേഷൻ ഇസ് മെയിൻലി ട്രൈങ് ടു ഡിഫെൻഡ് ഇറ്റ്സെൽഫ് ഫ്രം അനദർ ആസ് ഓപ്പോസ് ടു വാർ വെയർ ബോത്ത് സൈഡ്സ് ആർ ട്രൈങ് ടു ഇൻവേഡ് ആൻഡ് കോൺക്വർ ഈച്ച് അതർ. അതായത് ഇതൊരു എന്താണ്, നമ്മൾ യൂഷ്വലി വാർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സൈഡിൽ നിന്ന് ഒരു ടീം അടിക്കുന്നു, മറ്റേ സൈഡിൽ നിന്ന് മറ്റേ ടീം അടിക്കും. പക്ഷെ ഡിഫെൻസീവ് വാർ എന്ന് പറയുന്നത് ഒരു ആളാണ് ഇങ്ങോട്ട് വന്ന് എന്താ ചെയ്യുന്നത്, ഇൻവേഡ് ചെയ്യാനോ കൈയടക്കാനോ ഇൻഡ്യലൈസ് ചെയ്യാനോ നോക്കുന്നത്. മറ്റേ ആൾ എന്ത് ചെയ്യണം? ഡിഫെൻസീവ് ആയിട്ട് നിൽക്കുകയാണ്. അയാൾക്ക് ഈ പറയുന്ന മറ്റേ രാജ്യത്തിനെ ഓക്കുപൈ ചെയ്യാനുള്ള ഉദ്ദേശമൊന്നുമില്ല. അതിനൊരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്താണ്? റഷ്യ യുക്രൈൻ വാർ ആണ് കേട്ടോ ഡിഫെൻസീവ് വാറിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ. ഓക്കെ, കാരണം റഷ്യ എന്തിനു ശ്രമിക്കുന്നു? റഷ്യ യുക്രൈനെ കൈയടക്കാൻ ശ്രമിക്കുന്നു. റഷ്യ യുക്രൈൻ വാറിന്റെ കാരണം എന്താണെന്ന് അറിയാവോ? റഷ്യ യുക്രൈൻ വാറിന്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഈ അനക്സേഷൻ ഓഫ് ക്രിമിയ ഒക്കെ കേട്ടിട്ടുണ്ടോ? 2014 ക്രിമിയ എന്ന് പറയുന്ന ഒരു പോർട്ട് ബേസ്ഡ് സ്ഥലം ഈ പറയുന്ന റഷ്യ അനക്സ് ചെയ്യുന്നുണ്ട്, അതായത് കൈയടക്കുന്നുണ്ട്. അന്ന് തൊട്ടേ റഷ്യ യുക്രൈൻ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അതേ കണക്ക് തന്നെ ഈ യുക്രൈൻ കുറച്ച് നേറ്റോവുമായിട്ട് US അലൈൻ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം തന്നെ റഷ്യ വാൺ ചെയ്യുന്നുണ്ട്, നേറ്റോയുടെ ബേസ് ഒക്കെ ഇവരുടെ എന്താണ് അതിർത്തിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റഷ്യ അടിക്കും അല്ലെങ്കിൽ തിരിച്ചടിക്കും. അത് അവരുടെ സെക്യൂരിറ്റി ത്രെറ്റാണ്. അപ്പൊ അങ്ങനത്തെ, അത് മാത്രമല്ല കുറച്ച് എത്നിക് കോൺഫ്ലിക്ട്സും ഉണ്ട്. അപ്പം റഷ്യ യുക്രൈൻ വാറിന്റെ ഒരു ചെറിയൊരു പാർട്ടാട്ടോ. അത് എന്തുകൊണ്ടാണ് റഷ്യ യുക്രൈൻ വാർ നടക്കുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പം റഷ്യ യുക്രൈൻ വാർ എന്ന് പറയുന്ന ഒരു തരത്തിൽ ഡിഫെൻസീവ് വാറാണ്. കാരണം റഷ്യ യുക്രൈനെ കൈയടക്കാൻ ശ്രമിക്കുകയാണ്. യുക്രൈൻ ഈ തരത്തിലുള്ള ഇവരെ റഷ്യയെ തിരിച്ച് കൈയടക്കാനോ റഷ്യയെ ആധിപത്യം കൊണ്ട് റഷ്യയുടെ പോലുള്ള ആധിപത്യം കൊണ്ടുവരാനുള്ള ഉദ്ദേശമൊന്നും യുക്രൈനില്ല. ഓക്കെ, അവർക്ക് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. അതാണ് റിലീജിയസ് വാർ. റിലീജിയസ് വാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തരത്തിലുള്ള ഐഡിയോളജിക്കൽ വാറാണ്. ഈ പറയുന്ന എന്താണ്, ഈ ഇസ്രായേലിനും ഇറാനും തമ്മിൽ നടക്കുന്ന എന്താണ് റിലീജിയസ് വാർ ആണ്. ഒരു തരത്തിൽ സാർ ഫാസ്റ്റ് ആണ്. ഓക്കെ, ഇന്ന് കുറച്ച് ഫാസ്റ്റ് ആയിപ്പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഒരു യാത്ര, സോറി. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാനിത് ഉറപ്പായിട്ടും കമൻപ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ വന്നിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ചും കൂടെ ഇന്ന് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, ഞാനൊരു യാത്ര കഴിഞ്ഞാൽ ഞാനൊരു ക്ഷീണത്തിരിക്കുകയാണ്, അതുകൊണ്ടായിരിക്കും കുറച്ച് ഫാസ്റ്റ് ആയി പോകുന്നത്. ഓക്കെ, സോറി. ഓക്കെ, അടുത്താണ് റിലീജിയസ് വാർ. ഓക്കെ, അപ്പോൾ റിലീജിയസ് വാർ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയോളജിക്കൽ വാർ പോലെ തന്നെയാണ്. റിലീജിയൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഐഡിയോളജി ആയിട്ട് തന്നെയാണ് വർക്ക് ആവുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, റിലീജിയൻ എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഐഡിയോളജിക്കലാണ്. അപ്പം റിലീജിയസ് വാർ എന്ന് പറയുന്നത് ഇപ്പം ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന ഒരു റിലീജിയസ് വാർ ആണ്. ഓക്കെ, കാരണം ജൂതന്മാരാണ് ഇപ്പുറത്ത്, അപ്പുറത്താരാണ്? ഇസ്ലാമുകളാണ്, അല്ലെങ്കിൽ ഷിയ വിഭാഗക്കാരാണ്. ഇപ്പം പണ്ട് ആയത്തുള്ള ഖമനി, അതായത് ഇപ്പം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള ഖമനി തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സർവനാശമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അല്ലെങ്കിൽ ജൂതന്മാരുടെ സർവനാശമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ജൂതന്മാരെ വൈപ്പോട്ട് ചെയ്ത് കളയാണെന്ന് പറഞ്ഞ നേതാവായിരുന്നു ആയത്തുള്ള ഖമനി. ഓക്കെ, അപ്പം ഇസ്രായേലിന് എന്നും ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം തൊട്ടായിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ എന്ത് ചെയ്തു? നൈസിന് അമേരിക്കയെ കൂട്ടുപിടിച്ച് തിരിച്ചടി തുടങ്ങി. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ ആലോചിക്കുന്നുണ്ടാവാം, എന്താണ് ഈ പറയുന്ന ഇറാൻ കോൺഫ്ലിക്ട് നടക്കുമ്പോഴും ഇറാൻ ആരെ ആക്രമിക്കുന്നുണ്ട്? സൗദിയിലും കുവൈറ്റിലും ഒക്കെയുള്ള US ബേസുകളെ ആക്രമിക്കുന്നുണ്ട് അല്ലെ? അപ്പം ഈ സൗദിയിലെയും കുവൈറ്റിലെയൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളും ഈ സിവിലിയൻസ് ഉള്ള ഏരിയസ് എല്ലാം എന്ത് പറ്റുന്നുണ്ട്? ആക്രമണത്തിന് ഇരയാവുന്നുണ്ട്. അപ്പം ഇതും ഇസ്ലാമിക രാജ്യങ്ങളല്ലേ? ഓക്കെ, ഇത് മുസ്ലിം രാജ്യങ്ങളല്ലേ? സൗദിയും കുവൈറ്റും യമനും ഒക്കെ എന്താണ്? യമനല്ല, സൗദിയും കുവൈറ്റും ഒക്കെ എന്താണ്? ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ്. അവിടെ നടക്കുന്നത് എന്താണ്? ഒരു തരത്തിലുള്ള റിലീജിയസ് ഫൈറ്റ് ആണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷിയ സുന്നി കോൺഫ്ലിക്ട് നടക്കുന്നത്. ഈ സൗദി അറേബ്യ അല്ലെങ്കിൽ കുവൈറ്റ്, ഈ GCC ഗൾഫ് കൺട്രീസ് ഒക്കെ ബേസിക്കലി സുന്നി വിഭാഗക്കാരാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഷിയെന്നും സുന്നിന്നുമാണ് മുസ്ലിംസ് ബേസിക്കലി ഉള്ളത്. അപ്പം സുന്നി വിഭാഗക്കാരാണ് ഈ പറയുന്ന GCC ഗൾഫ് കൺട്രീസിലുള്ള സൗദി അറേബ്യ പോലുള്ള രാഷ്ട്രങ്ങളെല്ലാം സുന്നി വിഭാഗക്കാരാണ്. പക്ഷെ ഇറാൻ എന്താണ്? ഒരു ഷിയ രാജ്യമാണ്. ഓക്കെ, സുന്നീസ് അവിടെ മൈനോറിറ്റിയാണ്, ഷിയ ആൾക്കാർ, സുന്നി ഷിയ വിഭാഗക്കാർ കൂടുതലുള്ള രാജ്യമാണ് ഇറാൻ. അപ്പം ഇറാൻ ഒരു ഷിയ രാജ്യം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിന്റെ മുകളിൽ ഇത്രയും കൺട്രോൾ വെക്കുന്നത് സുന്നി രാജ്യങ്ങൾക്ക് എന്താണ്? ഒരു ത്രെട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സൗദി അറേബ്യയൊക്കെ വളരെ സൈലന്റ്ലി ആണെങ്കിലും, ഓപ്പൺ ആയിട്ട് അത്രയും പറയാറില്ലെങ്കിലും, വളരെ സൈലന്റ്ലി ആണെങ്കിലും US-നെയും ഇസ്രായേലിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ എന്തുകൊണ്ടാണ് സൗദി അറേബ്യ ഒക്കെ ഇതിനെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതും ഈ പറയുന്ന ഒരു റിലീജിയസ് വാർ ആണ്. അത് കുറച്ചുകൂടെ ഈ സബ് കാസ്റ്റ് രീതിയിലേക്ക് വരികയാണ് ആ കാര്യം. ഓക്കെ, അതായത് സുന്നി ഷിയ കോൺഫ്ലിക്റ്റിലേക്ക് വരികയാണ്.
At the neo-colonial war, fight against a strong nation to maintain independence and not allowing economic political control over a small nation. ഇപ്പൊ ആഫ്രിക്കൻ നേഷൻസിലൊക്കെ സംഭവിക്കുന്ന ഈ നിയോ കൊളോണിയൽ വാറാണ്. ഞാൻ പറഞ്ഞു ആഫ്രിക്കൻ നേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റ് തന്നെ വളരെ റിസോഴ്സ്ഫുൾ ആയ ഒരു കോണ്ടിനെന്റ് ആണ്. ഓക്കെ, വളരെ റിസോഴ്സ്ഫുൾ ആയ ഒരു കോണ്ടിനെന്റ് ആണ്. എന്നിട്ടും ലോകത്തിലെ ഏറ്റവും പട്ടിണിയും പരിവട്ടവും അനുഭവിക്കുന്ന രാഷ്ട്രങ്ങൾ എവിടെ നിന്നാണ്? ആഫ്രിക്കയിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് അവർ ഇത്ര റിസോഴ്സസ് ഉണ്ടായിട്ടും പട്ടിണിയിലായി പോയത്? കാരണം നിയോ കൊളോണിയലിസം വലിയ തോതിൽ പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ആഫ്രിക്കയിലാണ്. നിങ്ങൾ ആഫ്രിക്കയിലുള്ള ഖനികളിൽ പോയി നോക്കുക, അല്ലെങ്കിൽ ഖനികളെ കുറിച്ച് പഠിക്കുക. ഓക്കെ, ആഫ്രിക്കയിൽ ഈ പറയുന്ന റിസോഴ്സസ് ഒക്കെ മൈൻ ചെയ്യുന്ന ഖനികൾ ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഉടമസ്ഥത ഉള്ളത് ആർക്കാണ്? ഈ ഫ്രഞ്ച് കമ്പനികൾക്ക്, അല്ലെങ്കിൽ UK ബേസിലുള്ള കമ്പനികൾക്ക്, ഫ്രഞ്ച് കോർപ്പറേഷൻസിന്. ഈ ഫ്രാൻസ് ആണ് കേട്ടോ, ഫ്രാൻസ് ആണ് ആഫ്രിക്കനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫ്രാൻസ് ആണ്. ഓക്കെ, അപ്പൊ ഫ്രാൻസ് പോലെയുള്ള UK പോലെയുള്ള രാജ്യങ്ങളാണ് ഇന്നും ആഫ്രിക്കയുടെ നല്ലൊരു ശതമാനം റിസോഴ്സസും കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ ഒരു തരത്തിലുള്ള നിയോ കൊളോണിയൽ പെർസ്പെക്റ്റീവ്സ് ആണ്, നിയോ കൊളോണിയൽ മൂവ്മെന്റ്സ് ആണ്. അപ്പം ഇതിനെ എതിർത്തുകൊണ്ട് എന്ത് പറ്റും? ഇതിനെ എതിർത്തുകൊണ്ട് ചില രാജ്യങ്ങൾ, ഇപ്പൊ സൗത്ത് സുഡാനിലൊക്കെ അങ്ങനത്തെ പ്രശ്നം നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ സുഡാനിലൊക്കെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ UK എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ റിസോഴ്സസ് ഇതേ കണക്ക് ഊറ്റാൻ നോക്കുന്നുണ്ട്. അതായത് അവരുടെ മൈനിങ് കോർപ്പറേഷനെ കൊണ്ടുവന്ന് ഊറ്റാൻ നോക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ അവിടുത്തെ മിലീഷ്യാസ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു തരത്തിലുള്ള നിയോ കൊളോണിയൽ വാർ ആണ്. പോസ്റ്റ് കൊളോണിയൽ വാർ സുഡാൻ, സൗത്ത് സുഡാൻ സെയിം. ഓക്കെ, നിയോ കൊളോണിയൽ, പോസ്റ്റ് കൊളോണിയൽ, കൊളോണിയൽ ഒക്കെ സെയിം ആണ്. അടുത്താണ് പ്രോക്സി വാർസ്, വാർ ദാറ്റ് ഇസ് ഫോർട്ട് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് അതർ സ്റ്റേറ്റ്സ്. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്, പക്ഷെ ഇത് ഫൈറ്റ് ചെയ്യുന്നത് ആരാണ്? വേറെ ആൾക്കാർ തമ്മിലായിരിക്കും. ഓക്കെ, വേറെ ആൾക്കാർ. അതിനുള്ള എക്സാമ്പിൾ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എന്താണ്, ഈ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവേഡ് ചെയ്യുന്നുണ്ട് അല്ലെ? സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനെ 1980s ഇൻവേഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ അണ്ടറിൽ അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ട്. അപ്പൊ US എന്ത് ചെയ്തു? US അവിടെയുള്ള ജിഹാദികളെ എന്ത് ചെയ്യുന്നുണ്ട്? ജിഹാദികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ഈ US ആണ് ഈ താലിബാനെ വളർത്തിയെടുക്കുന്നത്. താലിബാനെ വളർത്തിയെടുക്കുന്ന US എന്തിനു വേണ്ടിയാണ്? സോവിയറ്റ് യൂണിയനെതിരെ വേണ്ടിയാണ്. അപ്പൊ അവിടെ എന്താണ്? ഒരു പ്രോക്സി വാറാണ് നടക്കുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അഫ്ഗാനിസ്ഥാനിലെ റിബൽസ് ആയിട്ടുള്ള ജിഹാദികളും അല്ലെങ്കിൽ താലിബാനും സോവിയറ്റ് യൂണിയൻ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും, കോൺഫ്ലിക്ട് നടക്കുന്നുണ്ടെങ്കിലും ആരാണ് ശരിക്കും ഇതിനെ സ്പോൺസർ ചെയ്യുന്നത്? US ആണ് സ്പോൺസർ ചെയ്യുന്നത്. അതൊരു തരത്തിലുള്ള പ്രോക്സി വാർ ആണ്. വേറൊരു ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറാൻ കോൺഫ്ലിക്ട് ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നിങ്ങൾ യമൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? അവിടെയുള്ള ഒരു റെബൽ ഷിയ ഫോഴ്സ് ആണ് ഹൂതീസ് എന്ന് പറയുന്നത്. ഓക്കെ, HOUTHIS. ഓക്കെ, ഹൂതീസ് എന്ന് പറയുന്നത് യമനിലുള്ള ഒരു റെബൽ ഷിയ ഫോഴ്സ് ആണ്. ഓക്കെ, ഷിയ ഫോഴ്സ് ആണ്. സ്വാഭാവികമായിട്ടും ഷിയ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇവരെ ഫണ്ട് ചെയ്യുന്ന ആരാണ്? ഇറാനാണ്. അപ്പം ഹൂതീസിന്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് എന്താണ്? ഇസ്രയേലിനെ വരിഞ്ഞു മുറുക, അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ബോർഡറിൽ നിൽക്കുന്ന സ്ഥലങ്ങളെ ഒക്കെ ആക്രമിക്കുക. അത് കണക്ക് യമനിലെ ഇപ്പോഴത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയൊക്കെയാണ് ഹൂതീസിന്റെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ സ്പോൺസർ ചെയ്യുന്നത് ആരാണ്? ഇറാനാണ്. അപ്പൊ ഇതിനകത്ത് പ്രശ്നമുള്ള ആരൊക്കെ തമ്മിലാണ്? ഈ പറയുന്ന ഇറാനും ഈ സുന്നി രാഷ്ട്രവും അല്ലെങ്കിൽ ഇസ്രയേലും തമ്മിലാണ് പ്രശ്നമുള്ളത്. പക്ഷെ അവിടെ നടക്കുന്ന പ്രോക്സി വാർ ആരാണ്? ആരെ മുൻനിർത്തിയാണ് ഇറാൻ യുദ്ധം നടത്തുന്നത്? ഹൂതീസിനെ മുൻനിർത്തിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ പ്രോക്സി വാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ വളരെ ഇച്ചിരി സ്പീഡ് കൂടി പോയിട്ടുണ്ടാവും. അത് ഇന്നത്തെ ഒരു ക്ലാസ് ആണ്, ക്ഷമിക്ക്. കാരണം ലാസ്റ്റ് ക്ലാസ് ഒന്നും അങ്ങനെ സ്പീഡ് കൂടാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്ന് കുറച്ച് ക്ഷീണത്തിലായിപ്പോയി. ഞാൻ യാത്ര കഴിഞ്ഞാണ് വന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ യൂണിറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇടാൻ നോക്കിയായിരുന്നു. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരുപാട് വെയിറ്റേജ് ഉള്ള ഒരു പോർഷൻ അല്ല ഇത്. ഓക്കെ, ഒരുപാട് വെയിറ്റേജ് ഉള്ള ഒരു മോഡ്യൂൾ അല്ല ഇത്. പക്ഷെ സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഡെപ്തിൽ നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ 9 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അതിനകത്ത് നിന്ന് ഈ മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഞാൻ കണ്ടുപിടിച്ചത് ആകെ 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പ്രധാനപ്പെട്ടായിട്ട് കണ്ടുപിടിച്ചത്. അപ്പൊ അത് 3 ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ആണ് സ്ട്രാറ്റജിക് ഒഫൻസീവ് പ്രൊഡക്ഷൻ ട്രീറ്റി, സോർട്ട്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ആരൊക്കെ തമ്മിലാണ് ഇത് സൈൻ ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. സോർട്ട് സൈൻ ചെയ്ത ആരൊക്കെ തമ്മിലാണ്? സോർട്ട് സൈൻ ചെയ്യുന്ന ആരൊക്കെ തമ്മിലാണ്? സോർട്ട് സൈൻ ചെയ്ത ആരൊക്കെ തമ്മിൽ ഞാൻ ഇപ്പം പറഞ്ഞു വെച്ചതേ ഉള്ളൂ. സോർട്ട് സൈൻ ചെയ്ത ആരൊക്കെ തമ്മിലാണ്? സോർട്ട് സൈൻ ചെയ്ത ആരൊക്കെ തമ്മിലാണ്? ഫസ്റ്റ് തെറ്റി. ബുഷും എസിലും തമ്മിലാണ്. ഞാൻ പറഞ്ഞു സ്ട്രാറ്റജി, അത് നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞുകൊണ്ടായിരിക്കും തെറ്റിയത്. നിങ്ങൾ നോക്കുക, സോർട്ട് സൈൻ ചെയ്യുന്നത് 2002 ഓക്കെ, ബുഷ് ആൻഡ് ബോറിസ് എൽസിൻ, കറക്റ്റ് നമ്പർ. ഓക്കെ, ബുഷും എൽസിനും തമ്മിലാണ്
എന്താണ് സൈൻ ചെയ്യുന്നത് 2002 സൈൻ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇതിനകത്ത് വലിയൊരു സോർട്ട് സൈൻ ചെയ്ത ഇവരാണെങ്കിലും ഈ സോർട്ടിന്റെ നല്ലൊരു കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന റിഡക്ഷൻ ഒക്കെ നടക്കുന്ന ഒരു വലിയൊരു പീരീഡ് നടക്കുന്നത് ഈ പറയുന്ന ബുഷും പുടിനും ഉള്ള ടൈമിലാണ്. കാരണം ബോറിസ് യെൽസിന്റെ സക്സസർ ആയിട്ടാണ് പിന്നീട് പുടിൻ വരുന്നത്. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് 10-20 കൊല്ലം ഭരിക്കുന്നത് പുടിൻ തന്നെ, ഇപ്പോഴും പുടിൻ തന്നെയാണ്. ഓക്കെ, ബുഷും പുടിന്റെ ടൈമിലാണ് കുറച്ചും കൂടി ഈ സോർട്ട് വിപുലീകരിക്കുന്നതൊക്കെ ബുഷും പുടിന്റെ ടൈമിലാണ്, പക്ഷെ സൈൻ ചെയ്തത് ബുഷും യെൽസിന്റെ ടൈമിലാണ്. അപ്പൊ അടുത്തതാണ് ഈ സ്റ്റാർട്ട് INF ട്രീറ്റി, CTBT, NPT എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ജസ്റ്റ് വേണമെങ്കിൽ നോക്കാം. ഇപ്പൊ ഫസ്റ്റ് അത് നിങ്ങൾക്ക് ഇപ്പം പറയാൻ പറ്റില്ലായിരിക്കും, അപ്പൊ ജസ്റ്റ് നോക്കിയാൽ അതിന്റെ ഓർഡർ ഇതാണ്. 1968 NPT വരുന്നത്. NPT ആണ് എല്ലാത്തിനെയും സ്റ്റാർട്ടിങ്. ഓക്കെ, NPT ശേഷമാണ് ബാക്കിയുള്ള ട്രീറ്റികളൊക്കെ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് INF വരുന്നു, ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈൽസിനെതിരെ വരുന്നു. പിന്നെ സ്ട്രാറ്റജിക് ആം റിഡക്ഷൻ ട്രീറ്റി വരുന്നു 1991. പിന്നെ CTBT വരുന്നു 1996. അപ്പൊ ഇതാണ് അതിന്റെ ക്രോണോളജി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ യൂണിറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രോണോളജി പഠിക്കുക എന്നതാണ്. ഓക്കെ, ഇതിന്റെ ക്രോണോളജി പഠിക്കുക, അതായത് ആം റിഡക്ഷൻ ട്രീറ്റീസിന്റെ ക്രോണോളജി പഠിക്കുക എന്നതാണ്. Who among the following nations signed but not ratified CTBT? CTBT സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ റാറ്റിഫൈ ചെയ്തിട്ടില്ല. അത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇതിനകത്ത് ഏത് രാജ്യമാണ്? ഇത് ഞാൻ ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. CTBT സൈൻ ചെയ്തിട്ടുണ്ട്, റാറ്റിഫൈ ചെയ്തിട്ടില്ല. ഇന്ത്യ CTBT സൈൻ ചെയ്തിട്ടുണ്ടോ? ഇന്ത്യ CTBT സൈൻ ചെയ്തിട്ടുണ്ടോ? ഇന്ത്യ CTBT, ചൈന, കറക്റ്റ്. നോ, ഇന്ത്യ CTBT സൈൻ ചെയ്തിട്ടില്ല. ചൈനയാണ്. അതായത് ചൈന സൈൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്, പക്ഷെ റാറ്റിഫൈ ചെയ്യാനോ ലീഗലൈസ് ചെയ്യാനോ ഒന്നും സ്ക്രൂട്ടിനി ചെയ്യാനോ ഒന്നും ചൈന തയ്യാറായിട്ടില്ല. ഓക്കെ, ക്യൂബൻ ജർമ്മനി ഒന്നും പിക്ചറിനകത്തില്ല, നിങ്ങളതൊന്നും നോക്കണ്ട. ഇന്ത്യൻ ചൈനയാണ്, അതൊന്ന് കൺഫ്യൂസ് ചെയ്യിക്കാനുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പം ചൈനയാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ 9 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ പ്രീവിയസ് ക്വസ്റ്റൻസ് ഈ 3 എണ്ണേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റൻസ് തരുമ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ടാക്കി അങ്ങ് തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത് ക്വസ്റ്റൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഈ മോഡ്യൂളിൽ നിന്ന് കൂടുതലും ചോദിക്കുന്നത് എന്താണ്, സ്ട്രാറ്റജിക് ആം റിഡക്ഷൻ ട്രീറ്റീസുമായിട്ട് അല്ലെങ്കിൽ ഈ ആം റിഡക്ഷൻ ട്രീറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ആണ്. അതിന്റെ ക്രോണോളജി പഠിക്കുക. അതേ കണക്ക് CTBT, NPT, FMCT ഒക്കെ പഠിക്കുക. FMCT കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ടൈപ്സ് ഓഫ് വാർ എന്താണെന്നൊന്നും അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, പഠിച്ചു വെക്കുക എന്നാണ് നമ്മൾ. കാരണം എല്ലാവരും പഠിക്കാത്തത്, ഓക്കെ, ആരും പഠിക്കില്ല എന്ന് വിടുന്ന സാധനങ്ങൾ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഇന്നത്തെ ക്ലാസ് കുറച്ച് സ്പീഡ് കൂടിപ്പോയി, എനിക്ക് മനസ്സിലായി. അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കണ്ട കേട്ടോ എല്ലാം. അവിടെ 3 പേര്. ഓക്കെ, അപ്പം ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കുന്നത്തെ ക്ലാസ്. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ. താങ്ക് യു.